over troubled water. Okay, so എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ ഓക്കെ, സെറ്റ് ആണ്, ഓക്കെ, നല്ല കുട്ടികൾ. ഓക്കെ, ശരി. Then bridge over troubled water. സാർ ഒന്ന് മ്യൂട്ട് ആക്കോ. ഓക്കെ, സോ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്ന ഒരു പോയമാണ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഓക്കെ, സെറ്റ് ആണ്, ഓക്കെ ആണ്. പോയത്തിന്റെ പേര് ഒന്നുകൂടി പറയാം, ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ചുണ്ടനൊക്കെ ഒന്നുകൂടി, ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഒരു പോയമാണ്. ഓക്കെ, കുഞ്ഞു പോയമാണ്. വേഗത്തിൽ ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും, അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സോ എന്ത് ചെയ്യാം, അഭിഷേക് മനോജ് ദീനി ഇങ്ങനെ അയക്കല്ലോ കേട്ടോ, ഞാൻ അതൊക്കെ വായിക്കും മാസം എന്നുള്ള കേട്ടോ. എന്നിട്ട് ഇവർ പറയും ഞാൻ മനഃപൂർവ്വം എഴുതിപ്പിച്ച് നിന്നെ കൊണ്ട് പറയിപ്പിച്ച് അയക്കുന്നതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, പോയത്തിലേക്ക് പോവാം. പോയത്തിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണോ, 2-3 ചോദ്യങ്ങളുണ്ട് നിങ്ങളോട് ചോദിക്കാനായിട്ട്. സോ ആ ചോദ്യങ്ങൾ ചോദിച്ച് ആൻസേഴ്സ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം, പോയത്തിലേക്ക് പോവാം. ഓക്കെ, സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. യെസ്, ഹൗ ക്യാൻ വി ബി ഫ്രണ്ട്ലി ടു അതേഴ്സ്? How can we be friendly to others? How do your friends help you in your distress? When do you need your friends' help? 3 ചോദ്യങ്ങളാണ്. How can we be friendly to others? എങ്ങനെയാണ് മറ്റുള്ളവരോട് ഭയങ്കര കൂട്ടായിട്ടിരിക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം. ഓക്കെ, how can we be friendly to others? അല്ലേ, എങ്ങനെയാണ് മറ്റുള്ളവരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടല്ലേ, എന്താണ് ഭയങ്കര എന്താണ് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ദെൻ ഹൗ ഡു യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഇൻ ഡിസ്ട്രെസ്? അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാത്ത കാര്യം എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഡിസ്ട്രെസ് അല്ലെങ്കിൽ ഭയങ്കര ദുഃഖിച്ച് വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത് എങ്ങനെയാണ്? ദെൻ വെൻ ഡു യു നീഡ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ്? എപ്പോഴാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യം വരുന്നത്? ഇതാണ് 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ പറയുമ്പോഴേ അറിയാം this is a poem about good friendship. Okay, അല്ലെങ്കിൽ good friends. Okay, so you guys have good friends, right? നല്ല ഫ്രണ്ട്സ് ഉണ്ട്. നല്ല ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൊട്ട് കാണിക്കണോ? ആരേ ചൂണ്ടി കാണിക്കൂടെ, ചൂണ്ടി കാണിക്കേ പ്ലീസ് പ്ലീസ്. ഒരു വേണം. ഓക്കെ, സെറ്റ്. ശരി, ഓക്കെ, സെറ്റ്. നിങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ പറയിപ്പിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗുഡ് ഫ്രണ്ട് എന്നൊക്കെ എവിടെയെങ്കിലും ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഉണ്ട് നമുക്കൊരു ഇപ്പം എന്ത് ചെയ്യണം, ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുക്കണം, ദേ കാണ് ഇങ്ങനെ പറഞ്ഞിട്ടാ. ഓക്കെ, അപ്പോൾ എന്നെ ഇങ്ങനെ ചൂണ്ടി കാണിക്കണം. ഒന്നുകൂടി ഒരു ഒന്നുകൂടി. ഓക്കെ, സെറ്റ്, ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് 10 പോയിന്റ്. ഓക്കെ, ശരി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരിക? സോ 3 ചോദ്യമുണ്ട്. 3 ചോദ്യവും കുറേ പേരോട് ചോദിക്കും. കുറേ എന്ന് പറഞ്ഞാൽ കുറേ പേരോടല്ല, കുറച്ച് പേരോട്. ഓക്കെ, അവരോട് ചോദിക്കും. മലയാളത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, മലയാളത്തിൽ ഉത്തരം പറയാൻ പറ്റുമല്ലോ. ഓക്കെ, ഇംഗ്ലീഷ് ആണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നില്ല, ഇംഗ്ലീഷിൽ പറയില്ല, അത് വേറെ കാര്യം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ബി ഫ്രണ്ട്ലി ടു അതേഴ്സ്? എങ്ങനെയാണ് നമ്മളോട് മറ്റുള്ളവരോട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കാൻ പറ്റുക? ആരോ പറയും സർ? ശ്രിയ പറയൂ. ശ്രിയ എങ്ങനെയാണ് കൂട്ടുകാരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നത്? ഹെൽപ്പ് ചെയ്യണോ? ഓക്കെ, ശരി, ഹെൽപ്പ് ചെയ്യും. വേറെ എന്തെങ്കിലും? കളിക്കാനൊക്കെ പോകും. ഓക്കെ, അവരോടൊപ്പം കളിക്കാനൊക്കെ പോകും, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും, റൈറ്റ്? ഓക്കെ, ഗുഡ് ഗേൾ. ഓക്കെ, ശരി. ദെൻ സാർ അതൊന്ന് വായിക്കണ്ടേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ ഡു യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഇൻ ഡിസ്ട്രെസ്? ഓക്കെ, ഡിസ്ട്രെസ് എന്ന് ഭയങ്കര ദുഃഖം അല്ലെങ്കിൽ സങ്കടം, വേദന. ഓക്കെ, ആ ഒരു സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കുക? ഓക്കെ, അങ്ങനെയൊന്നും നിങ്ങളുടെ അനുഭവം ഇല്ലായിരിക്കും. ഓക്കെ, ശരി. പിന്നെ ഡയറി മിൽക്കിന്റെ കാര്യം സെന്ററിൽ വന്നവർക്ക് ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ട്. പറവൂർ സെന്ററിൽ വന്നവരുടെ കയ്യിൽ ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. പറവൂർ സെന്ററിൽ വന്ന് 2 ഡയറി മിൽക്ക് മേടിച്ച ആൾക്കാർ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഒന്ന് ലോവർ ചെയ്യാം സാർ. ഓക്കെ, ഒന്ന് ലോവർ ചെയ്തിട്ട്. ഉടായിപ്പൊന്നും അല്ലേ, സംഭവം നടന്നതാ. ആ 2 പേരുണ്ടോ? താങ്ക് യു ദേവഭരത്. ഓക്കെ, ആ 2 പേരില്ല. ഉണ്ട്. എൽഡ്രോയ് വന്നോ? കള്ളത്തരാ. വേറെ 2 പേരാ വന്നേ 7th. ആരും അവരില്ല. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ.
നിങ്ങൾ സത്യമായിട്ടും നിങ്ങൾ വിശ്വസിക്കണോ, 2 പേർക്ക് പറവൂർ സെൻറ്ററിൽ വന്നിട്ട് ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തു. പേര് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഉടായ്പൊന്നുമല്ല. വന്നവർക്ക് കൃത്യമായിട്ട് 40 രൂപയുടെ ഡയറി മിൽക്ക്, ഓക്കെ, അത് മേടിച്ച് അവരുടെ കൈ കൊടുത്തിട്ടുണ്ട്. ബൈ വൈഷ്ണവ് സർ. ഓക്കെ, സോ അവരോട് ചോദിച്ചാൽ മതി. അവർ ഇന്ന് ക്ലാസ്സിൽ ഇല്ലാന്ന് തോന്നുന്നു കേട്ടാ. വൈഷ്ണവ് സർ വെറുതെ പറയാറില്ലെന്ന് മനസ്സിലായല്ലോ. സോ വന്നാൽ ഉടനെ കിട്ടും. ഇനി ആരും വരരുത് കേട്ടാ, പൈസ തരണം. ഓക്കെ, സോ ഞാൻ വിചാരിച്ചില്ല അവരാരും വരുമെന്ന്. ഓക്കെ, സോ അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ഭയങ്കര ദുഃഖത്തിലുള്ള കൂട്ടുകാരെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഭയങ്കര ദുഃഖത്തിലായിരിക്കും, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക അതൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. ആലോചിക്കാനേ വയ്യത്. ഓക്കെ സാർ, ഒരാൾ വിളിക്കാം. യെസ്, ഫെർണാണ്ടോ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ വേറെ ആക്ടിവിറ്റീസിലേക്ക് പോയാൽ പ്രശ്നമാവും. ലാസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫെർണാണ്ടോ പറയും. ഫെർണാണ്ടോ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്, ഭയങ്കര ഡിസ്ട്രെസ്സിലാണ്. ഓക്കെ, ഭയങ്കര വലിയ സാഡ്നെസ്സിലാണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ഫെർണാണ്ടോയുടെ ഭയങ്കര നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഫെർണാണ്ടോയ്ക്ക് എങ്ങനെയായിരിക്കും ഒരാശ്വാസമായിട്ട് മാറുക? പറയും മാൻ, കമോൺ. പറയൂലേ? എന്തേലും പറ, ഞാൻ ഇത്രയും പറഞ്ഞില്ലേ. ഫെർണാണ്ടോ, കമോൺ മാൻ. ഹലോ. ഓക്കെ, ഫെർണാണ്ടോക്ക് എന്താ സൗണ്ട് ഇഷ്യൂ ഉണ്ട്. ഓക്കെ സാർ, വേറെ വിളിക്കാം. യെസ്, ഐവിൻ ജോസ്. ഐവിൻ പറയൂ. ഹലോ, പറഞ്ഞോ. നീ ഇപ്പോൾ ഭയങ്കര ദുഃഖത്തിലാണ്, വിഷമത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നിന്റെ ഫ്രണ്ടിന്റെ ഒരു റോൾ അവിടത്തെ? ഒന്നും ക്ലിയർ ആവുന്നില്ല. എന്താ? ഒന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ, എന്തോ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ ഐവിൻ. ഓക്കെ സാർ, വേറെ ആൾ വിളിക്കാം. യെസ്, പ്രയാഗ. ഓക്കെ, പ്രയാഗ പറഞ്ഞോ. പ്രയാഗ്. ഓക്കെ, സോറി, പ്രയാഗ് പറഞ്ഞോ. നിന്നെ കളിയാക്കുവോ? ബാക്കിയുള്ളവരെ കളിയാക്കുന്നത് ഭയങ്കര മോശമല്ലേ? അത് മോശമല്ലേ? അപ്പൊ അവർക്ക് വിഷമം വരൂലേ നിന്റെ വിഷമം മാറിയിട്ട്? അങ്ങനെയാണ് ചിരിപ്പിക്കുന്നത്. ഓക്കെ, ഓക്കെ, എന്റെ സന്തോഷം മാത്രം നോക്കിയാൽ പോരെ അല്ലേ? ഓക്കെ, റൈറ്റ്, ശരി. ഓക്കെ സാർ, ലാസ്റ്റ് ഒരാളെ കൂടി. യെസ്, നയന TR. നയന പറയും. എന്നിട്ടോ? അത്രേ ഉള്ളൂ. നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? നല്ല ബെസ്റ്റ് ഫ്രണ്ട് പേരെന്താ? നിരഞ്ജന. ഈ ക്ലാസ്സിലുള്ള നിരഞ്ജനയാ? ഓക്കെ, ശരി. ഓക്കെ, ദെൻ ഓക്കെ, 2 ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരമായി. ദെൻ മൂന്നാമതൊരു ചോദ്യം കൂടി ഉണ്ട്. വെൻ ഡു യു നീഡ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ്? സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ പറ്റും. എപ്പോഴാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരുന്നത്? ജോയലെ, നേരെ ഇരുന്നേ. ഓക്കെ, ജോയലിനെ തന്നെ വിളിക്കാം സാർ. യെസ്, ജോയൽ പറയും. എപ്പോഴാ ഫ്രണ്ട്സിന്റെ സഹായം നിനക്ക് വേണ്ടി വരുന്നേ? ഓക്കെ, എപ്പോഴും. ഓക്കെ, ശരിയാണ്. എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് തോന്നുമ്പോൾ അവരുടെ ആവശ്യം വരും കേട്ടോ. അവർക്ക് തിരിച്ചും എന്തെങ്കിലും വേണമെന്ന് നോക്കുമ്പോൾ നമ്മളും സഹായിക്കണം. റൈറ്റ്? ഓക്കെ, ശരി. ഓക്കെ, സോ ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നല്ല എന്താണ്, എല്ലാവർക്കും നല്ലതായിരിക്കും ഒരു ഗുഡ് ഫ്രണ്ട്. ഓക്കെ, ഒരു ഗുഡ് ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് അല്ലേ? ഒരു ഗുഡ് ഫ്രണ്ട്, ഒരു ഗുഡ് ടീച്ചർ ഒരു ഗുഡ് ഫ്രണ്ടാണ്. റൈറ്റ്? യെസ്. ഓക്കെ, ചുമ്മാ പറഞ്ഞു. ഓക്കെ, സോ ഒരു ഗുഡ് ഫ്രണ്ടിന് വേണ്ട അത്യാവശ്യം കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ഒരു ഗുഡ് ഫ്രണ്ട് എന്നൊരു ടൈറ്റിൽ കൊടുത്തേ നമ്മുടെ നോട്ട്ബുക്കിൽ. വേഗം പാഠത്തിന്റെ പേര് കൊടുത്തിട്ട് വേഗം എഴുതിയേ. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് എഴുതാതെ ആരെങ്കിലും ഇരുന്നിട്ട് ലാസ്റ്റ് കിട്ടിയില്ല എഴുതിയില്ല എന്ന് പറഞ്ഞാല് ബാക്കി പറയില്ല, സർപ്രൈസ് ആണ്. ഓക്കെ, ബാക്കി പറയാൻ എനിക്ക് മറന്നുപോയി, അതാ പ്രശ്നമായ. ഓക്കെ, ശരി. സോ എന്താണ് ഇപ്പൊ ചാപ്റ്ററിന്റെ പേര് എഴുതാം. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഓക്കെ,
ഓക്കെ, സെറ്റാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എവിടെ നിന്ന് എന്നാണ് മനസ്സിലാലോചിക്കുന്നത്. ഓക്കെ, സന്തോഷം ഇല്ലെങ്കിലും പുറത്തത് പ്രിറ്റൻഡ് ചെയ്യുക. ഓക്കെ, അഭിനയിക്കുക. ഓക്കെ ഓക്കെ, അങ്ങനെ അഭിനയിക്കണ്ട, ഓട്ടോമാറ്റിക്കലി സന്തോഷം വരും. കാരണം അറിയാലോ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. സോ ഓക്കെ, ഇനി ഞാൻ പറയും ഇങ്ങനെ ഇംഗ്ലീഷിനെ ഇങ്ങനെ പൊക്കി പൊക്കി പറയും. ഓക്കെ, സോ ആ ഗുഡ് ഫ്രണ്ട് എന്ന് എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. സെറ്റാണ്. ഓക്കെ, ഗുഡ് ഫ്രണ്ട് എന്ന ഹെഡിങ് കൊടുത്തവരെന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ, സെറ്റാണ്. ഇനി ഗുഡ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ക്വാളിറ്റീസ് എന്ന് എഴുതുക. ഗുഡ് ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റീസ്. ഗുഡ് ഫ്രണ്ടിന് ക്വാളിറ്റീസ് വേണ്ടേ? അതോ എന്താണ് എല്ലായ്പ്പോഴും ക്ലാസ്സിലോട്ട് ചെന്ന് കയറുമ്പോൾ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് 2 ഇടി തരുന്നവനാണോ ഗുഡ് ഫ്രണ്ട്? എന്നിട്ട് എല്ലാ ദിവസവും നീ ഇങ്ങനെ വരണോ, ഞാൻ നിന്നെ 2 ഇടി വെച്ച് എല്ലാ ദിവസവും ഇടിക്കും. ഓക്കെ, അതാണോ ഗുഡ് ഫ്രണ്ട്? അല്ല. ഓക്കെ, ശരി. എന്നിട്ട് അവൻ പറയും 2 ഇടി ഇടിച്ചിട്ട് 2 ഇടി ചിലപ്പോൾ മുഖത്തായിരിക്കും തരുന്നത്. ഇതൊക്കെ രസമല്ലേ? ഇങ്ങനെ പറയും. അവസാനം രസം മാറും, ഇടിയാവും, പ്രശ്നം. അത് നല്ല ഗുഡ് ഫ്രണ്ട് ഒന്നും അല്ലേ, അത് ഓൻ്റെ രസം, നിങ്ങൾക്ക് പ്രശ്നം അത്. ഓക്കെ, സോ ആദിലക്ഷ്മി ഇതൊക്കെ രസമല്ലേ? ഓക്കെ, ദാൻ ഫസ്റ്റ് പോയിന്റ്, ഗുഡ് ഫ്രണ്ടിന്റെ പോയിന്റ് ഹെൽപ്പിംഗ് ആണ്. ദെൻ കെയറിങ്, ദെൻ ഷെയറിങ്, ദെൻ റിലയബിൾ, പിന്നെ കൈൻഡ്. ഓക്കെ, ഇതൊക്കെയാണ് പോയിന്റ്. എഴുതി വെച്ചാൽ വേഗം 5 എണ്ണമാണ്. വേഗം എഴുതിയെടുത്തോ, വേഗം വേഗം. വേഗം എഴുതിയെടുക്കാം. കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ആരെങ്കിലും എഴുതാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ ലാസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാകില്ല. ഓക്കെ, സോ എല്ലാവരും കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഗുഡ്. ഓക്കെ, 4th വൺ റിലയബിൾ. RELIABLE, റിലയബിൾ. റിലയബിളിന്റെ മീനിങ് മലയാളത്തിൽ പറഞ്ഞുതരാം, അതോ അപ്പോഴും അതിൻ്റെ അടുത്ത് എഴുതണം? റിലയബിളിന്റെ മീനിങ് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ? ഇല്ല, തലയാട്ടിങ്ങനെ ഇല്ലാന്ന് ഇല്ല. ഓക്കെ, കുറേ പേർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്കൊന്നും അറിഞ്ഞൂടോ. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, റിലയബിളിന്റെ അടുത്ത് എഴുതി വയ്ക്കുക വിശ്വസിക്കാവുന്ന. വിശ്വസിക്കാവുന്ന. ഓക്കെ, വിശ്വസിക്കാൻ കഴിയുന്നതെന്നോ? ഓക്കെ, എഴുതിയെടുത്തെങ്കിലും ഒന്ന് ടാറ്റ കാണിച്ചേടാ. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ ഇതുവരെ. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്താ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്. ഹെൽപ്പ് ചെയ്യണം, കെയർ ചെയ്യണം, ഷെയർ ചെയ്യണം, ഫുഡ് ഷെയർ ചെയ്യണ്ടേ, കൈൻഡ് ആയിരിക്കണം, അതേപോലെ റിലയബിൾ ആയിരിക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ ആണ്, ഓക്കെ ആണ്, സെറ്റ് ആണ്. ടാറ്റ കാണിച്ച വീശ് ഇതേപോലെ. ഇനി ഇങ്ങനെയല്ലേ ടാറ്റ കാണിക്കോളൂ, ഇങ്ങനെ. ഓക്കെ, സെറ്റ് 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 സെറ്റ്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, സെറ്റാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, പോയത്തിലേക്ക് പോകാം. പോയത്തിന്റെ പേര് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ബ്രിഡ്ജ് എന്ന് വെച്ചാൽ പാലം എന്നാണ്. ട്രബിൾഡ് വാട്ടർ എന്ന് വെച്ചാൽ ഭയങ്കര അപകടകാരിയായിട്ടുള്ള, കലങ്ങിയ, അങ്ങനെ ഭയങ്കര അപകടകാരിയായിട്ടൊരു വെള്ളം. അതാ ഇവിടുത്തെ ഈ ബ്രിഡ്ജ് നോക്കാം, ഇതാ ബ്രിഡ്ജ്, പാലം. ഓക്കെ, ഇതിൻ്റെ താഴെ വെള്ളം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ വെള്ളമല്ല, കാടാണ് കാണുന്നതെന്നൊന്നും കമൻറ്റ് ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെ അങ്ങ് സങ്കല്പിക്കുക കേട്ടോ. ഇവിടെ എന്താണ്, ട്രബിൾഡ് വാട്ടർ ആണെന്ന് എന്ത് ചെയ്യുക, വിചാരിക്കുക. ഓക്കെ, ട്രബിൾഡ് വാട്ടർ ഭയങ്കര അപകടകാരിയായ വെള്ളം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് ഇല്ല, ഇവിടെ ഒരു പാലം ഇല്ല, 2 സൈഡ് ഉണ്ട്, താഴെ മുഴുവൻ വെള്ളം. പാലം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കൂ, വെള്ളത്തിൽ പോവും, അല്ലെങ്കിൽ അതിലേ പോകാൻ പറ്റില്ല. റൈറ്റ് അല്ലേ? അല്ലേ? ആണോ? അല്ലേ? പ്രതികരിച്ചേ. ഞാൻ പറഞ്ഞതില്ലേ എങ്ങനെ പ്രതികരിക്കുന്നത്? ആണ്, ഇതേപോലെ. ഓക്കെ, സെറ്റ്. സോ അപ്പോൾ എന്താ, പോകാൻ പറ്റില്ല. സോ ആ ഒരു ബ്രിഡ്ജ് എന്താണ്, അവർക്ക് അവിടെ ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാണ്, അല്ലേ? ഒരു സംരക്ഷണം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരെ സേഫ് ആയിട്ട് അപ്പുറത്ത് എത്തിക്കുകയാണ്, അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ്. സോ ഇതേപോലെ നമ്മളുടെ ബ്രിഡ്ജായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ആര് 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 ആരാ നിങ്ങൾ? പാരൻസ് വരൂ, ഫ്രണ്ട്സ് വരൂ, അല്ലേ? എന്തെങ്കിലും ഇതേപോലെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്ത് അപ്പുറത്ത് ലാൻഡ് ചെയ്യിക്കും, അല്ലേ? അതായത് സേഫ് ആക്കും. ഓക്കെ, ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ റോള് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് പാരൻസ്, ഫ്രണ്ട്സ് ഒക്കെയാണ്. പിന്നെ ടീച്ചേഴ്സും വരും ഇടയ്ക്കിടയ്ക്ക്.
ഓക്കെ ശരി. സോ അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ ടീച്ചേഴ്സ് വരും. സോ എന്താണ്, അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങളെ ഒരുപാട് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതൊക്കെ അവരാണ്. റൈറ്റ്, പറഞ്ഞത് കറക്റ്റ് ആണ്. യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം ടാറ്റ കാണിക്കാം. നിങ്ങളുടെ പാരൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ്. ഈ ടാറ്റ കാണിക്കാതിരിക്കുന്നവരെ വിളിച്ചിട്ട് വൈ എന്ന് ഞാൻ ചോദിക്കും. സോ യു ഹാവ് എ റീസൺ ടു സേ അറ്റ് ദ ടൈം. ഓക്കെ, അവരെ ആര് രക്ഷിക്കും? അവരെ നിങ്ങൾ രക്ഷിക്കണോ? അവരെ ആര് രക്ഷിക്കും? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, പോയത്തിലേക്ക് പോവാം. യെസ്, ഫസ്റ്റ് ആൻസർ നോക്കിക്കോ. വെൻ യു ആർ വെറി. വെറി എന്ന് വെച്ചാൽ ടയേർഡ്, മീനിങ് കൂടെ എഴുതി പോവാം. ഓക്കെ നോക്കിക്കോ. വെൻ യു ആർ വെറി. വെറി മീൻസ് ടയേർഡ്. എഴുതിയെടുത്ത വെറിയുടെ മീനിങ് വേഗം. വെറി മീൻസ് ടയേർഡ്. വേഗം എഴുതിക്കോ. വെറി മീൻസ് ടയേർഡ്. ഓക്കെ, വേഗം എഴുതിയേ. ഒരൊറ്റ മീനിങ്ങേ ഉള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, സോ ബാക്കി ശ്രദ്ധിച്ചോളാം. ഓക്കെ, ശ്രീഗൗരി ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ് ഗേൾ. ഓക്കെ സെറ്റ്. ദെൻ വെൻ യു ആർ വെരി. ഓക്കെ, എന്താണ്, നിങ്ങൾ ഭയങ്കര ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഫീലിംഗ് സ്മോൾ, നിങ്ങൾക്ക് നിങ്ങളെ വളരെ ചെറുതായിട്ട് തോന്നുമ്പോൾ, അതായത് നിങ്ങൾ ക്ഷീണിച്ച് നിങ്ങൾ ഭയങ്കര ചെറുതായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റൂല, നിന്നെ കൊണ്ടൊന്നും പറ്റൂല, നിർത്തിയിട്ട് പോടാ എന്നൊക്കെ പറയൂലേ, എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അല്ലെ, ഔട്ട് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അല്ലെ, ഒട്ടും ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്. ടിയേഴ്സ്, കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരുമ്പോൾ, അതായത് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് സാഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ടിയേഴ്സ് അറിഞ്ഞുകൂടാത്തവർ എഴുതി വെച്ചേ കണ്ണുനീരെന്ന്. കണ്ണുനീർന്ന് എഴുതി വെച്ചോ. അറിഞ്ഞുകൂടാത്തവര് എല്ലാവരും എഴുതി വെച്ചോ, ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. ഓക്കെ, സോ അത് എഴുതി വെക്കാം കേട്ടോ. എഴുതിയെങ്കിലും ടാറ്റ കാണിച്ചേടാ. ഓക്കെ, സെറ്റാണ്. ഓക്കെയാണ്, ഗുഡ്. ഓക്കെ, സോ അപ്പം നിങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ, ഐ വിൽ ഡ്രൈ ദം ഓൾ. ഞാൻ അതിനെയൊക്കെ ഡ്രൈ ചെയ്യും, ഉണക്കും. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ അതിനെ ഉണക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ആ സമയത്ത് സമാധാനിപ്പിക്കും. ഇവിടെ ഡ്രൈ ചെയ്യുന്ന വെച്ചാൽ ഉണക്കും എന്നാണ്. അതെന്ന് വെച്ചാൽ എന്താണ്, ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കും. ആരാണ് ഇവിടത്തെ ഐ? ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കും. ആരാണ് ഈ ഒരു പോയത്തിൽ കടന്നു വന്ന ഐ? ആർക്കറിയാം ഈ പോയത്തിൽ കടന്നു വന്ന ഈ ഐ ആരാണെന്ന്? ഒരാൾ നിങ്ങളെ സമാധാനിപ്പിക്കും എന്ന് പറയുന്നു, അതല്ലേ ഐ. ഈ ഡ്രൈ ചെയ്യിപ്പിക്കുന്ന ആ ടിയേഴ്സ് ഇല്ലാതാക്കും. മീൻസ് എന്താണ്, കണ്ണുനീര് ഇല്ലാതാക്കും എന്ന് വെച്ചാൽ നിങ്ങളെ ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും, അല്ലേ? അല്ലെങ്കിൽ ആ ആൾ വന്നിട്ട് ഫാൻ ഇങ്ങനെ പിടിച്ചു വയ്ക്കുമോ അത് ഉണക്കി തരാനായിട്ട്? ഇല്ല. പകരം നിങ്ങൾ അങ്ങനെ ചിന്തിക്കും, അതുകൊണ്ട് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. അയാൾ എങ്ങനെ ഉണക്കി തരൂ, വെയിലത്ത് നിൽക്കാൻ പറയോ, അങ്ങനെയൊന്നും അല്ല. ഓക്കെ, സമാധാനിപ്പിക്കും. ഓക്കെ, സോ ആ വരുന്ന ഉപയോഗിക്കുന്ന ഈ ഐ ആരാണ്? ഹിയർ ഐ ആരാണ്? ഓക്കെ സർ, അനാമിക അജയ് നല്ല രീതിയിൽ ചാറ്റ് കാണിക്കുന്നു. ഓക്കെ, അനാമിക പറയൂ, ആരാ? ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഫ്രണ്ട്സും പാരൻസും ഒക്കെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ പോയത്തിലെടുക്കുമ്പോൾ ഹിയർ പോയറ്റ് ആണ് കേട്ടോ. ഹിയർ പോയറ്റ് ആണ്. പോയറ്റ് എന്ന് ഉദ്ദേശിച്ചോ, പക്ഷെ പോയറ്റ് എന്ന് പറയുന്നത് ഈ കവിതയിൽ നമ്മളുടെ ഫ്രണ്ടാണ്. ഓക്കെ, സെറ്റ്. അതായത് പോയിട്ട് നമ്മളെ ഒരു ഫ്രണ്ടിനെ പോലെ കരുതി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് നിന്നുകൊണ്ട് പോയിട്ട് പറയുകയാണെന്ത്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളെ എന്താണ് സമാധാനിപ്പിക്കാൻ കൂടെ ഉണ്ടാകും. ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ പാരൻ്റായിട്ടൊക്കെ എന്ത് ചെയ്യാം, കണക്കാക്കാം കേട്ടോ. അപ്പം ആ ഒരു റോളിൽ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ ഓക്കെ ആക്കും, സെറ്റ് ആക്കും എന്ന് പറയാണ്. ഓക്കെ, സെറ്റ്, ഓക്കെ ആണ്. ദെൻ ഐ ആം ഓൺ യുവർ സൈഡ്. ഞാൻ നിങ്ങളുടെ സൈഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഒപ്പം കാണും. കാരണം നിങ്ങൾ ഏതൊരു സാഡ് അല്ലെങ്കിൽ എന്താണ് മോശപ്പെട്ട അവസ്ഥയിൽ നിന്നാലും എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഐ ആം ഓൺ യുവർ സൈഡ്. ഓ വെൻ ടൈംസ് ഗെറ്റ് റഫ് ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്. ഓക്കെ, ടൈംസ് ഗെറ്റ് റഫ് ആവുക എന്ന് വെച്ചാൽ ഭയങ്കര മോശമാവുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഗുഡ് ടൈംസ് ആയിരിക്കില്ല, നല്ല സമയങ്ങളായിരിക്കാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, പരീക്ഷയുടെ സമയമാകുമ്പോൾ പേപ്പറൊക്കെ കിട്ടുന്ന സമയത്ത് മാറും സമയം, അല്ലേ? അപ്പോൾ സമയം മോശമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല സമയം വരും, അല്ലേ? അതിനെപ്പോഴാണ് ആലോചിക്കാൻ. ഓക്കെ, അപ്പോൾ വെൻ ടൈംസ് ഗെറ്റ് റഫ്, അല്ലെ സമയം മോശമാകുമ്പോൾ, ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട് എന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ കാണാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ, അതായത് വേറെ ഫ്രണ്ട്സുകളൊന്നും
രണ്ട് പോയിട്ടുണ്ട്, സൈമൺ ആൻഡ് ഗാർഫങ്കൽ, റൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രണ്ട്സിനെ ഒന്നും കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ, അതായത് കാൺ ബി ഫൗണ്ട് എന്നാ. ചില സമയങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് പോലും കാണില്ല. കാണുമോ? നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട് അറിയുന്നോ അത്? അടുത്ത ദിവസം നമ്മളോട് പറയുമായിരിക്കും, അവൾ അത് കേട്ട് ഭയങ്കര ചിരിയും ചിരിക്കും. ഓക്കെ, ചിലപ്പോൾ നല്ല ഫ്രണ്ട് കാണും കേട്ടാ, ചുമ്മാ പറയുന്നു, എനിക്ക് നല്ല ഫ്രണ്ട് കാണും. ശരി, എന്നിട്ട് ചിലപ്പോൾ പറയും എന്താണ് നീ അങ്ങനെ കരഞ്ഞത് ഒന്നുകൂടി കരയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കൂട്ടോ. അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സ് ഒക്കെ കാണും. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കൺ ബി ബട്ട്. ആ ഒരു സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഫ്രണ്ട്സ് പോലും കാണില്ല. അങ്ങനെയുള്ള സമയത്തും നമുക്കൊരു കൂട്ടായിട്ട് ആരുണ്ട്? പൊയറ്റ് ഉണ്ടാവും എന്നാ പറഞ്ഞത്. ഓഹോ, പിന്നെ പൊയറ്റ് നമ്മളോട് ഇപ്പം അങ്ങ് വരാൻ പോവല്ലേ നമ്മൾ വിഷമിക്കുമ്പോൾ. അതല്ല അതിൻ്റെ ഉദ്ദേശം. ഇവിടെ പോയിട്ട് നമ്മുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു പാരൻ്റ് ആയിട്ടൊക്കെയാണ് എന്ത് കണക്കാക്കേണ്ടത് കേട്ടോ. അല്ലാതെ പോയിട്ട് അവിടെ നിന്ന് വണ്ടി വിളിച്ച് നിങ്ങളെ സഹായിക്കാൻ വരും എന്നല്ല. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്, സോ ഇമാജിനേഷൻ അത്രയും വേണോ കേട്ടാ? ഉണ്ടാ ഇമാജിനേഷൻ? ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓ, പവർ തന്നെ. ഓക്കെ, സോ വേറൊരു കാര്യം കൂടി, ഇവിടെ റഫ് എന്ന് പറഞ്ഞ കേട്ടോ. റഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട. റഫിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടല്ലോ, ആര് പറയൂ? റഫിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഓപ്പോസിറ്റ് വേർഡും കൂടി നമുക്കിന്ന് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, ആര് പറയും സർ? അർഷൽ. അർഷൽ പറയും. റഫിൻ്റെ റഫിൻ്റെ ഓപ്പോസിറ്റ് മലയാളത്തിൽ എന്താ? ഓ, കുഴപ്പമില്ല, ആലോചിച്ചാൽ മതി. ഓക്കെ സാർ, വേറെ ആൾ വിളിക്കാം. യെസ്, ഇഷാൻ പറയും. സ്മൂത്ത്, റൈറ്റ്. ഓക്കെ, സ്മൂത്ത് എഴുതി വെച്ചോട്ടാ. റഫ്, സ്മൂത്ത്. ഓക്കെ, വേഗം എഴുതി വെച്ചാൽ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ പിടിച്ചോ, ഞാൻ എഴുതി എടുത്ത് എന്ന് പറഞ്ഞിരിക്കുക. വേറൊരു കാര്യം, പുതിയൊരു ടെക്നോളജി ഉണ്ട്. നിങ്ങൾ ഏത് സമയത്താണ് എഴുതിയെടുക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ റെക്കോർഡാവേ തരാട്ടെ. ഓക്കെ, പറയുന്ന ടൈമിൽ വേണം എഴുതാൻ. സോ അതിന് മുന്നേ എഴുതിയാൽ ഇവിടെ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ പേര്, ആരെയും പേര് ആദിത്ത്. ഇപ്പോൾ ആദിത്ത് ഇപ്പോൾ ഞാൻ പറയുന്നതിന് മുന്നേ എഴുതുകയാണ്. ഓക്കെ, സോ ആദിത് മനു, റെഡ് ലൈറ്റ് കാണിക്കൂ, നേരത്തെ എഴുതി എന്ന് പറയും. അങ്ങനെ നിൽക്കുന്നവരെല്ലാം ലാസ്റ്റ് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് എമിൽ മരിയ, തുടക്കം കണ്ടപ്പോഴേ എഴുതി 6 മണി, എങ്കിൽ ലാസ്റ്റ് 8:45 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ശരി. സോ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വായിക്കാം. സോ ഒന്നുകൂടി പറയട്ടെ, ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. കാരണം എന്താണ്, ഇംഗ്ലീഷ് ആണ്. സോ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഓക്കെ, സോ കറക്റ്റായിട്ട് ചെയ്യാം. ദെൻ അപ്പോൾ വായിക്കാനായിട്ട് 1-2 പേരെ വിളിക്കാം സാർ. യെസ്, ജെനീസ, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ്. വായിച്ചോ. When you are weary, feeling small, when tears are in your eyes, I will dry them all. I am on your side. Oh, when times get rough and friends just can't be found. Okay, good girl. ഓക്കെ, അതേപോലെ ഞാൻ ഈ എഴുതാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലാസ്റ്റ് വരെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. അത് ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും. ഓക്കെ, സോ അത് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ സാർ, അടുത്താൽ വിളിക്കാം. യെസ്, ജെനീസ നന്നായിട്ട് വായിച്ചു കേട്ടോ. ഗുഡ്. ത്രിലോക്. Hello. വായിച്ചോ. When you are weary, falling small, when tears are in your eyes, I will dry them all. I am on your side. Oh, when times get rough and friends just can't be found. Okay, goodbye. Okay, sir, next one. വായിക്കണം എന്നുള്ളവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തോട്ടാ. ഓക്കെ, വേദ വായിച്ചോ. When you are weary, feeling small, when tears are in your eyes, I will dry them all. Okay. I am on your side. Oh, when times get rough and friends just can't be found. Okay, good guy. Okay, sir, next one. Adit Manu. Aditya വായിച്ചോ. When you are weary, feeling small, when tears are in your eyes, I will dry them all. I am
on your side. Oh, when times get rough, rough rough and firm gesture can be found. be found. ഓക്കെ മക്കളെ, അപ്പോൾ ഒരു ഓപ്പോസിറ്റ് വേർഡും കൂടി പഠിക്കണം, നോക്കിക്കോ. ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയ, വറ്റിപ്പോയെന്നാണ് കേട്ടോ. അത് വെള്ളത്തിൻ്റെ അംശമില്ല. ഡ്രൈയുടെ ഓപ്പോസിറ്റ് ആർക്കറിയാം? എന്തോരം പേരാ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നത്. ഗുഡ്. ഓക്കെ, ആർക്കറിയാം? ഒരാളെ വിളിക്കാം സാർ. ഡ്രൈയുടെ ഓപ്പോസിറ്റ് ശ്രീയുക്ത പറയൂ. വാട്ട്സ് ഓപ്പോസിറ്റ് ഓഫ് ഡ്രൈ? വെറ്റ്. ഗുഡ് ഗേൾ. ഡ്രൈ വെറ്റ്, അതും കൂടി എഴുതി വെക്കാം കേട്ടോ വേഗം. ഡ്രൈ വെറ്റ്. ഓക്കെ, സെറ്റാണ്. വേഗം എഴുതുക. എഴുതിയില്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, നോക്കിക്കോ. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. ഒരു ട്രബിൾഡ് വാട്ടറിലുള്ള, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അപകടകാരിയായ വെള്ളത്തിൽ നിന്നുള്ള മുകളിലൂടെ ഒരു പാലം അല്ലേ? ആ പാലം അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ വീണ് മരിച്ചു, റൈറ്റ്? അപ്പം അതേപോലെ ഒരു പാലത്തെ പോലെ ഞാൻ ഇങ്ങനെ കിടക്കും എന്ന് വെച്ചാൽ, നിങ്ങളെ അപകടകരമായ വെള്ളത്തിൽ കൂടി രക്ഷപ്പെടാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് കിടക്കൂന്നല്ല, അവൻ്റെ പുറത്ത് ചവിട്ടി പോകാൻ എന്നല്ല അർത്ഥം. അവിടെ ഇമാജിനേഷൻ. അതായത് ട്രബിൾഡ് വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്താണ്? പ്രോബ്ലംസ് ആണ്, റൈറ്റ്? റഫ് ഓപ്പോസിറ്റ് വേർഡ് സ്മൂത്ത് ആണ് തിരിച്ചത്. ഓക്കെ, ആണോ അല്ലേ? ട്രബിൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഇങ്ങനെയല്ല ടാറ്റ കാണിക്കേണ്ടേ, ഭയങ്കര മോശമാണ്. എങ്ങനെ യഥാർത്ഥ ടാറ്റ കാണിക്കേണ്ടേ? ഇതൊക്കെ എന്താണ്? ഓക്കെ, സെറ്റ്. ഓക്കെ, കൈകളൊക്കെ ഒന്ന് നിവരട്ടെ. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ അതേപോലെ ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസിൽ ഞാനൊരു ബ്രിഡ്ജിനെ പോലെ, അതായത് ട്രബിൾഡ് വാട്ടറിൽ നിന്ന്, അപകടകാരിയായ വെള്ളത്തിൽ നിന്ന് ബ്രിഡ്ജ് എങ്ങനെയാണോ സഹായിക്കുന്നത് നമ്മളെ, അതേപോലെ പ്രോബ്ലംസിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, പാരൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, റൈറ്റ്? സെറ്റ്. കണ്ടോ ഇമാജിനേഷൻ? ഇതേപോലെ ഇമാജിൻ ചെയ്യണോ? കേട്ടോ? കഴിവ്. ഐ വിൽ ലേ മീ ഡൗൺ, ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും? കിടക്കും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്. ഇത് ഞാൻ വേഗത്തിൽ വായിച്ചത് രണ്ടും ഒരേ ലൈനാ, ശ്രദ്ധിച്ച് കാണൂല. 4 ലൈനും ഒരേപോലെയാണ് വന്നേക്കുന്നത്. 2 ലൈൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? കണ്ണ് തുറന്ന് നോക്ക്. കണ്ടു. ഓക്കെ, ഭാഗ്യം. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്. ഡൗൺ ആൻഡ് ഔട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുക, ഭയങ്കര സാഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ, അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കുമല്ലോ അല്ലേ? അതോ ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തുള്ളിച്ചാടുവോ? വിഷമമാണ്. ഓക്കെ, നോർമൽ പേഴ്സൺസ്. ഓക്കെ, ശരിയാണ്. ഓക്കെ, ദെൻ അപ്പോൾ സാഡ് ആണ്. അപ്പോൾ ആ ഒരു സമയങ്ങളിലും എന്താണ്, ഒരു ബ്രിഡ്ജ് പോലെ അല്ലെ, ഒരു എന്താണ് നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോടെ എന്ത് ചെയ്യും? ഞാൻ നിൽക്കും. കാരണം എന്ത് ചെയ്യണം? ആ ഒരു സമയത്ത് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, കൺസോൾ ചെയ്യാൻ ആൾക്കാർ വേണം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കും. സോ ആ ഒരു സമയത്തും എന്താണ്, പോയിട്ട് നിങ്ങളോടൊപ്പം കാണും എന്ന് പറഞ്ഞൊരു ഹാപ്പിനെസ് ഫീലിംഗ് നിങ്ങളിലേക്ക് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സന്തോഷം വരുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉണ്ടാവൂ, ആരും കാണില്ല, ഒറ്റയ്ക്ക് കാണുള്ളൂ എന്നാ? അല്ല, ആരെങ്കിലുമൊക്കെ കാണൂ കേട്ടാ. ഓക്കെ, മാലാഖയെ പോലെയോ മാലാഖനെ പോലെയോ ഒക്കെ ആരൊക്കെ വരൂ. ഓക്കെ, ആര് വന്നില്ലേ? ആര് വരൂ? ചൂണ്ടിക്കാണിക്ക്. ഓക്കെ, ഗുഡ്. ഓക്കെ, പഠിച്ചു. ഓക്കെ, ഗുഡ്. അപ്പോൾ സോ രണ്ടാമത്തെ സ്റ്റാൻസയും സെറ്റാണ്, ഓക്കെ ആണ്. സോ എങ്കിൽ എന്ത് ചെയ്യാം? എല്ലാവരും ഒന്ന് എഴുന്നേക്കുക കേട്ടോ. കുറേ നേരമായിട്ട് ഇരിക്കല്ലേ? ഞാൻ എഴുന്നേറ്റ് നിൽക്കുക കുറേ നേരമായിട്ട്. ഓക്കെ, സോ ഓൾ സ്റ്റാൻഡപ്പ് പറയുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും, ഉറപ്പാണത്. ഓക്കെ, സോ കൃത്യമായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഓക്കെ, സാർ ഇരിക്കുക. സൂപ്പർമാൻ വരുമോ? ഓക്കെ, ഗുഡ്. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റു. സോ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് കണ്ടോ? ഇതേപോലെ കൈ ഉയർത്തുന്ന ആ രീതിയിലെ വാമപ്പല്ലേ നമ്മൾ മാറ്റിയിട്ടുണ്ടത്. ഓക്കെ, സോ പറയുന്ന പോലെ ചെയ്യാം. ജംപ്. ഓക്കെ, സെറ്റ്. സിറ്റ്. സ്റ്റാൻഡ്. റൺ. ഓടി അങ്ങ് റൂമിൽ കയറി പോകരുത്, അവിടെ തന്നെ നിന്ന് ഓടിയാൽ മതി. ആരൊക്കെയോ ഓടി റൂമിൽ കയറി പോയി. ഓക്കെ, തിരിച്ചു വരണോ? പോയവരൊക്കെ വരണോ? ഓക്കെ, സിങ്. പാട്ട് പാടുന്ന ആക്ഷൻ കാണിച്ചാൽ മതി, പാടണ്ട. സിങ്. ഓ പിന്നല്ല. ഡാൻസ്. അത് നിങ്ങൾക്ക് പറ്റിയ സാധനം കേട്ടോ, ഡാൻസ്. ഓ എന്താ അടിപൊളി. ഡാൻസ്.
ഓക്കെ ജമ്പ് 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 ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങളെ കൊണ്ട് ഈ വിധം നിങ്ങൾ തന്നെ ഈ സ്ക്രീനിൽ നിന്ന് വരും എന്നെ ഇടിക്കാനായിട്ട്. ഓക്കെ ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? വെറൈറ്റി സെറ്റ് ചുമ്മാ ഇതൊക്കെ ജസ്റ്റ് രസം. ഓക്കെ സോ രണ്ടാമത്തെ സ്റ്റാൻസിങ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യുക, വായിപ്പിക്കാം സാർ. യെസ്, ഒരാളെ വിളിക്കാം. യെസ് യൂസഫ്. യൂസഫെ വായിച്ചോ? Like a bridge over troubled water, I will lay me down. Like a bridge over troubled water, I will lay me down when you are down and out. ഓക്കെ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. ഓക്കെ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് മാത്രം പറയാം. ഓക്കെ ഒരു ലൈൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നു. എന്തോ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടൊരു ലൈൻ വരുമ്പോൾ ഒരു പേരിട്ട് അതിനെ വിളിക്കൂ. അശോ, റിപ്പീറ്റ് ആയിട്ട് സ്റ്റാൻസ വൈസ് ഒരു ലൈൻ വരുമ്പോൾ ഗുഡ് ബൈ. ആരാണ് സാർ പറഞ്ഞത്? ആദിദേവ്. ഗുഡ്. ഓക്കെ കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് ഇത് എന്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. തരാട്ടാ. ഓക്കെ ശരി. സോ നെക്സ്റ്റ് സ്റ്റാൻസ വലുതാണ്. സോ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ചുരുക്കി ഇതുവരെ പറഞ്ഞിട്ട് അടുത്തത് പറയൂ കേട്ടോ. ഓക്കെ സോ നോക്കുക. വെൻ യു ആർ ഇൻ ദ സ്ട്രീറ്റ്, നിങ്ങൾ തെരുവിലായിരിക്കുമ്പോൾ, ഈ തെരുവിലായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ തെരുവിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നടന്നു പോകുന്നതല്ല കേട്ടാ. ഭയങ്കരമായിട്ട് എന്താണ്, ഭയങ്കര ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു പോവുക, ഭയങ്കര പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക. വെൻ ഈവനിങ് ഫോൾ സോ ഹാർഡ്, വൈകുന്നേരം ഭയങ്കര ഹാർഡ് ആവുക എന്ന് പറഞ്ഞാൽ ഡൗൺ ഓപ്പോസിറ്റ് വേർഡ് അപ്പ്. ഓക്കെ ശരി. അപ്പോൾ അതേപോലെ എന്താണ് ഈവനിങ് ഭയങ്കര ഹാർഡ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈകുന്നേരം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ അത്രത്തോളം ഡിഫിക്കൽട്ടീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ഓക്കെ ദെൻ ഐ വിൽ കംഫോർട്ട് യു, ഐ വിൽ ടേക്ക് യുവർ പാർട്ട്, ഓ വെൻ ഡാർക്ക്നെസ് കംസ് ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായാലും ഐ വിൽ കംഫോർട്ട് യു. കംഫോർട്ട് യു എന്ന് വെച്ചാൽ എന്താ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഐ വിൽ ടേക്ക് യുവർ പാർട്ട്, ഞാൻ ആരില്ലെങ്കിലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഓ വെൻ ഡാർക്ക്നെസ് കംസ്, ഇരുട്ട് വന്നാലും. ഇവിടെ ഇരുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഡ്നെസ് ആണ്, എഴുതി വെക്കുക. അല്ലെങ്കിൽ പെയിൻ ആണ്, വേദന. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഡ്നെസ് അല്ലെങ്കിൽ പെയിൻ ആണ് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി എടുക്കാത്തവർ ലാസ്റ്റ് നിൽക്കണം, അത് ഉറപ്പാ. നോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ യു ഹാവ് ടു വെയിറ്റ്. സാഡ്നെസ് ഓ പെയിൻ കൃത്യമായിട്ട് എഴുതുക ഡാർക്ക്നെസ്സിൻ്റെ അവിടെ. ഓക്കെ ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്, അല്ലേ? നമുക്ക് ചുറ്റും ഭയങ്കര വേദനയാണ്. കാരണം എന്താണ്, നമ്മൾ ഭയങ്കര മോശപ്പെട്ട ഡിഫിക്കൽട്ടീസിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്. സോ ആ ഒരു അവസ്ഥയിലാണ്. ഓക്കെ അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഈ ഒരാൾ, ഒരു പോയിന്റ് എന്ത് നമ്മളോടൊപ്പം ഉണ്ടാവും. ആ ഒരു പോയിന്റ് ചിലപ്പോൾ നിങ്ങളുടെ പാരൻ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിലായിരിക്കാം, ആരും ആയിരിക്കാം. ഓക്കെ അതാണ് പറയുന്നത്. ഓക്കെ സോ സെറ്റാണ്. സോ ഇതുവരെ ഒന്ന് നോക്കുക. ഒരാളെ വിളിക്കാം സാർ വായിക്കാനായിട്ട്. കൃഷ്ണേന്ദു. When you are on the street when evening falling so hard, Okay. I will comfort you, I will take your part. Oh, when darkness comes and pain is all around. Okay, good girl. Set. Okay, sir, next one. Next നമ്മുടെ ദേവനാരായണൻ. ദേവനാരായണൻ. Okay, ദേവനാരായണൻ വായിച്ചോ. When you are on this street, Ah. when evening falls so hard, I will comfort you, I will take your part. Oh, when darkness comes and pain is all around. Goodbye. Okay, sir, next one. Next റിൻസ. റിൻസ വായിച്ചോ. റിൻസ അൺമ്യൂട്ട് ചെയ്തോ. റിൻസയ്ക്ക് പറ്റുന്നില്ല. ഓക്കെ റിൻസ് ഓക്കെ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്ക് കേട്ടാ. ഓക്കെ നമുക്ക് തൽക്കാലം മാളവിക. മാളവിക CB. മാളവിക അൺമ്യൂട്ട് ചെയ്ത് വായിച്ചോ. When you are on the street, when evening falls so hard, I will comfort you, I will take your part. Oh, when darkness comes and pain is all around. Okay. ശരി ഗുഡ് ഗേൾ. ഓക്കെ സാർ നെക്സ്റ്റ് വൺ. യെസ് അടുത്തത് ആയിഷ. ആയിഷ വായിച്ചോ. When you are on the street, when evening falls so hard, I will comfort you, I will take your part. Oh, when darkness comes and pain is all around. ഓക്കെ അതുവരെ പഠിപ്പിച്ചോളൂ. അതുവരെ പഠിപ്പിച്ചോളൂ. ഓക്കെ സാർ. ഓക്കെ സാർ ലാസ്റ്റ് വൺ. നമുക്ക് ജെറോം സർ. ജെറോം സർ. ഓക്കെ
ജെറോംസൺ വായിച്ചോ? Hello. വായിച്ചോടാ. When you were on the street, when evening falls so hard, I will comfort you. I'll take your part. When darkness comes and pain is all around. ശക്തമായിട്ട് ടാറ്റ കാണിക്കുന്നതുകൊണ്ട് ഒരാളെ കൂടി. മുഹമ്മദ് അമാൻ വായിച്ചോ? നെറ്റ് ഇഷ്യൂ ഉണ്ടാ? പറഞ്ഞു നോക്കിയാ അമ്മനെ സംസാരിച്ചേ. വായിച്ചോ വായിച്ചോ. When you are on the street, when evening falls so hard, I will comfort you. Will talk your part. Oh, when darkness comes and pain is here. ഓക്കെ മതി. ഓക്കെ ഗുഡ് ബൈ. ഓക്കെ മക്കളെ, അപ്പോൾ ബാക്കി 4 ലൈൻ നോക്കിക്കോ. ഞാൻ പറഞ്ഞ ലൈനാണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നു. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. എന്തിനെ പോലെ? ഒരു അപകടകാരിയായ വെള്ളത്തിന് മുകളിലെ ഒരു ബ്രിഡ്ജിനെ പോലെ ഞാനിങ്ങനെ എന്ത് ചെയ്യും? കിടക്കും. ഐ വിൽ ലേ മീ ഡൗൺ. അതേപോലെ ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ എന്ന് പറഞ്ഞാണ് ഈ സ്റ്റാൻസ് കംപ്ലീറ്റ് ആവുന്നത്. സോ ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്തേ വേഗം. ഇനി ആരും ടെക്സ്റ്റ് ബുക്ക് തുറക്കണ്ട. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്യാം. സോ ഓരോരുത്തരെ ആയിട്ട് വിളിക്കാം. സാർ, ഇറ്റ്സ് ടൈം ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അമൽ കൃഷ്ണ. ആരും മെറ്റീരിയൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന കാണരുതാ. അമൽ കൃഷ്ണ മെറ്റീരിയൽ ക്ലോസ് ചെയ്തോ? ഓക്കെ, ചോദിക്കട്ടെ. ഓക്കെ, പറയും. നോക്കാം എന്നാണ്. ഓക്കെ, ശരി. നീ എവിടെ നോക്കുക? നേരെ. ഓക്കെ, ശരി. ഇവിടെ ഇവിടെ നമ്മളെ പോയറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് സ്വന്തമായിട്ട് അദ്ദേഹത്തെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഇവിടുത്തെ പോയറ്റ് അല്ലെങ്കിൽ പോയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഫ്രണ്ട് അല്ലെങ്കിൽ പാരന്റ് നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഫ്രണ്ട് ഓൾറെഡി അവരൊരു ഫ്രണ്ടാണ്, പിന്നെ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യോ? ഹെൽപ്പ് ചെയ്യാനായിട്ട്. എന്തിനെ പോലെ ആക്ട് ചെയ്യുന്ന? ലൈക്ക് ഫ്രണ്ടാ? ലൈഫ് ഗാർഡാ? നമ്മുടെ പോയതിന്റെ പേരെന്താ? കാണാതെ പറഞ്ഞേ. നോക്കരുത്. എന്താ? ക്ലിയർ ആവുന്നില്ല. ഓക്കെ ശരി. ഓക്കെ സാർ, നെക്സ്റ്റ് വൺ. ഓക്കെ സെറ്റ്. ഓക്കെ സെറ്റ് ഗുഡ്. ഓക്കെ, അനുജ റെഡി സെറ്റ്. അനുജയുടെ ഫുൾ നെയിം പറയൂ. അനുജ CA. ഓക്കെ, ഐ സോ യു. ഞാൻ കണ്ടിട്ടുണ്ട് അനുജയെ എവിടെയൊക്കെ വെച്ചിട്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ലേ, എവിടെയോ കണ്ട പോലെ. ആണോ? ഓക്കെ, ശരി. അനുജ CA. ഓക്കെ, ശരി. ഓക്കെ അനുജ, അപ്പോ നമ്മുടെ വാട്ട്സ് അനദർ വേർഡ് ഫോർ ടയേർഡ് ഇൻ ദിസ് പോയം? ടയേർഡാ? ഇടിയാണോ? ടയേർഡ് മീൻസ് ക്ഷീണിച്ചിരിക്കുക. അതിന്റെ വേറൊരു വേർഡാ, സെയിം അർത്ഥം വരുന്ന വേർഡ്. ആലോചിച്ച് നോക്ക്. ടയേർഡിന്റെ കിട്ടുന്നില്ല? ഒന്ന് ആലോചിച്ച് നോക്കിട്ടാ, കിട്ടും. ഓക്കെ സാർ, നെക്സ്റ്റ് വൺ. ഓക്കെ, വേറെ ആളെ വിളിക്കാം. യെസ്, ശ്രീദേവ് പറയും. പറഞ്ഞോ. What's another word for tired in this poem? നോക്കാതെ പറയും. ഞാൻ പറഞ്ഞില്ലേ ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്യണമെന്ന്. Very. പറയ്. Okay, next one. Okay, sir, next one. Next നമുക്ക് നിരഞ്ജന.
നിരഞ്ജന അറേഞ്ച്മെന്റ് ഒന്ന് പ്രോപ്പർ ആക്കിയേ. നിരഞ്ജന പ്രസാദ്, നിരഞ്ജന അറേഞ്ച്മെന്റ് കറക്റ്റ് ആക്കിയേ. ഓട്ടോ റൊട്ടേറ്റ് ഓപ്ഷൻ ഓക്കെ സെറ്റാണ്. നിരഞ്ജന പറയേ, ചോദിക്കട്ടെ. ആ ചോദിക്കട്ടെ. ട്രബിൾഡ് വാട്ടർ എന്ന് വെച്ചാൽ എന്തുവാ മലയാളത്തിൽ? ട്രബിൾഡ് വാട്ടർ അപകടം പിടിച്ച വെള്ളം, മുക്കി കലങ്ങിയ വെള്ളം. ഓക്കെ സെറ്റ് സെറ്റ്, ഗുഡ് ഗാഡ്. ഓക്കെ സാർ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് സാവിയോ. സാവിയോ ജോവിൻ. ഓക്കെ ആ ചോദിക്കട്ടെ. ട്രബിൾഡ് വാട്ടറിന്റെ മേലെ എന്താ ഉള്ളത്? എബോവില് ബ്രിഡ്ജ്. ഓക്കെ സെറ്റാണ്. ഓക്കെ ബ്രിഡ്ജ് ആണ്. ഹു ഈസ് ദ ഐ റെഫേർഡ് ഇൻ ദ പോയം? ഐ ഇൻ ദ പോയം. ഐ ഇവിടെ ഐ ആരാ? പോയത്തിലുള്ള ഐ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? പോയിറ്റ്. ഓക്കെ ഗുഡ് ബൈ. ഓക്കെ സാർ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് നമ്മുടെ ഗൗരി. ഗൗരി. ഗൗരി ലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ടാ? ശ്രദ്ധിക്കുന്നുണ്ടാ? ഓക്കെ, എങ്ങനെയാണ് ഒരു നല്ല ഫ്രണ്ട് നമ്മുടെ ട്രബിൾസിൽ ആക്ട് ചെയ്യുക? സഹായിച്ചിട്ട്. അതെങ്ങനെയാണ് നമ്മുടെ പോയത്തിൽ എങ്ങനെയാ പറയുന്നത്? ലൈക്കേ ചോദിച്ചതിനോട് വീണ്ടും ചോദിക്കും. സോ ശ്രദ്ധിച്ചിരുന്നോ? ലൈക്കേ ആലോചിച്ചാൽ കിട്ടോ? ഫ്രണ്ട് അല്ല, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയോ. കുഴപ്പമില്ല. ഓക്കെ സാർ, ലാസ്റ്റ് വൺ. ഒരാളെ കൂടി വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പഠിക്കാം. അക്ഷയ്. ആ അക്ഷയ് പറഞ്ഞോ എങ്ങനെയാ? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഓക്കെ ഗുഡ് ബൈ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ഒരു സ്ലൈഡും കൂടി ഉണ്ട്, ഒരു ഭാഗം കൂടി ഉണ്ട് പഠിക്കാൻ. അതിന് മുമ്പ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, സോ ക്വസ്റ്റ്യൻ പറയാം. വാട്ട് ഡു യു തിങ്ക് ദ സോങ് ഈസ് അബൌട്ട്? ഈ ഒരു സോങ് എന്തിനെ കുറിച്ചാണ് എന്നാണ് ചോദ്യം. നോക്കിക്കോ. ദ സോങ് ഈസ് അബൌട്ട് ഓഫറിംഗ് സപ്പോർട്ട് ആൻഡ് കംഫർട്ട് ടു സംവൺ ഗോയിങ് ത്രൂ ഹാർഡ് ടൈംസ്. എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര ഹാർഡ് ടൈംസിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ട്, ഒരു എന്താണ് പിന്തുണ, ഒരു കംഫർട്ട് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സോങ് ആണ്, ഒരു ഗാനമാണ് ഇതെന്ന് പറയുന്നത്. പ്രോമിസിങ് ടു ബി ദെയർ ലൈക്ക് എ ബ്രിഡ്ജ്. എന്താണ്? അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അല്ലേ, ഒരു സപ്പോർട്ടായിട്ട്, ഒരു ബ്രിഡ്ജിനെ പോലെ ആരെങ്കിലും ഒക്കെ കാണും. എന്തിനു വേണ്ടിയിട്ടാ? ഹെൽപ്സ് ദം ക്രോസ് ഓവർ ഡിഫിക്കൽട്ടീസ് സേഫ്ലി. വളരെ സേഫ് ആയിട്ട് ഓരോരോ ഡിഫിക്കൽട്ടീസിനെ, പ്രയാസങ്ങളെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ, ഓവർകം ചെയ്യാനായിട്ട്. സോ ഈ ക്വസ്റ്റിനും ആൻസറും വേഗം നോട്ടിലോട്ട് എഴുതിക്കോ. വേഗം എഴുതുന്നതിന് കാരണമുണ്ട്, അതിനാണ് എഴുതാൻ പറയുന്നത്. ഓക്കെ, വേഗം. മാക്സിമം 2 minutes, അതിൽ കൂടുതൽ തരില്ല. എഴുതാൻ പറയുന്ന ടൈമിൽ കൃത്യമായിട്ട് എല്ലാവരും എഴുതണം. ഓക്കെ, നവ്യ കുട്ടി എഴുതിയോ? നവ്യ ആർ മേനോൻ എഴുതുന്നുണ്ട്. ഓക്കെ ഗുഡ്. സാർ ഒന്ന് മ്യൂട്ട് ആക്കാമോ? സാർ എന്നിട്ട് മെറ്റീരിയലിൽ ഇതുണ്ടോ? നോട്ട്ബുക്കിൽ റിട്ടേൺ ചെയ്യാനാണോ? മെറ്റീരിയലിൽ ഇതുണ്ടോ? മെറ്റീരിയലിൽ ഇതുണ്ട്, ബട്ട് നോട്ട്ബുക്കിൽ റിട്ടേൺ ചെയ്യുന്നതിന് കാര്യമുണ്ട്. സോ അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും നോട്ട്ബുക്കിൽ റിട്ടേൺ ചെയ്യേണ്ട. ഓക്കെ, മെറ്റീരിയലുണ്ടോ? ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞ് നിങ്ങളൊന്ന് ടാറ്റ കാണിച്ചേ. ടാറ്റ കാണിച്ചേ ഒന്ന്. ഓക്കെ ആണ്, സെറ്റാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഓരോ വേർഡിൻ്റെയും മീനിങ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക.
ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം പറയുന്ന കാര്യങ്ങൾ. ഈ ഹാർഡ് ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കിട്ടൂല. ചിലപ്പോൾ എന്താണ് ഹാർഡ് ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ് മോശപ്പെട്ട സമയങ്ങൾ അല്ലെങ്കിൽ പ്രയാസപ്പെട്ട സമയങ്ങൾ അങ്ങനെ എഴുതുക കേട്ടോ. പ്രയാസകരമായിട്ടുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ. ഓക്കെ, അന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനൊക്കെ ഇനി എല്ലാ ദിവസവും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എഴുതിപ്പിക്കും കേട്ടോ. റൈറ്റിംഗ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എന്തായാലും ഒരു ക്വസ്റ്റ്യനൊക്കെ എല്ലാ ദിവസവും എഴുതിപ്പിക്കും. ഓക്കെ, സെറ്റാണ്. സോ ഓക്കെയാണ്, സെറ്റാണ്. ഇറ്റാണിച്ചേ ഓക്കെയാണ്, സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഓക്കെ ആണ്. എന്താണ് നമ്മൾ പഠിച്ചത്? ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു പോയമാണ്, സോങ് ആണ്. സോ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഐ എന്ന് പറയുന്ന ഒരു പോയിറ്റിനെ പോലെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാം, പാരൻ്റ് ആയിരിക്കാം, നമ്മുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈംസിൽ എന്ത് ചെയ്യുന്നു, നമ്മളെ സഹായിക്കുന്നു. നമ്മൾ എന്താണ് ഒരു ബ്രിഡ്ജ് പോലെ, ഒരു ട്രബിൾഡ് വാട്ടറിൽ എങ്ങനെയാണോ ഒരു ബ്രിഡ്ജ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ നമ്മളുടെ ഡിഫിക്കൽട്ട് ടൈംസിൽ എന്ത് ചെയ്യുന്നു, ഒരു ബ്രിഡ്ജിനെ പോലെ അദ്ദേഹം എത്തുന്നു, ഒരു ഐ എത്തുന്നു. ഐ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫ്രണ്ട് ആയിരിക്കാം, പാരൻ്റ് ആയിരിക്കാം, ആരുമായിരിക്കാം. സോ നമ്മുടെ ഡിഫിക്കൽട്ട് ടൈംസിൽ ആരാണോ നമ്മളെ സഹായിക്കാനുള്ളത് അതാണ് ആ ഐ. ഓക്കെ, സോ എന്ത് ചെയ്യുക, അത് ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് വെക്കുക. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. സെറ്റാണ്. ഓക്കെ, സോ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു മലയാളത്തിൽ എന്താണ് മനസ്സിലായെന്ന് ഒരാളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ഓക്കെ, സോ ആരാണ് സാർ വരുന്നത്? മലയാളത്തിൽ ആർക്ക് പറയാൻ പറ്റുമെന്ന് ടാറ്റ കാണിച്ചു. മലയാളത്തിൽ ആർക്ക് പറയാൻ പറ്റുമെന്ന്? ഓക്കെ, കുറച്ച് പേര് ടാറ്റ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആദിനാഥ് പറഞ്ഞോ? ആ, ചുരുക്കിയെന്ന് പറഞ്ഞാൽ മതി. കുഞ്ഞതാ ആ ആ പറഞ്ഞോ. നമ്മുടെ ഈ പോയത്തിൽ പറഞ്ഞ കാര്യം, ഈ സോങ്ങിൽ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞാൽ മതി. ടാറ്റ കാണിച്ച് വന്നിട്ട് കളിയാക്കുന്നോ? ആലോചിച്ച് ചോദിക്കോട്ടാ വേഗോ. അടുത്ത നിന്നോട് ചോദിക്കും. ഓക്കെ, സോ ആലോചിക്കാം. ഓക്കെ സാർ, അടുത്ത വിളിക്കാം. യെസ്, അടുത്ത ആർക്ക് പറ്റും? ടാറ്റ കാണിച്ചെന്ന് ആ വീശി കാണിച്ചു. ഓക്കെ, നിവേദിത പറയും. ഓക്കെ, നിവേദിത പറയും. പ്രയാസകരമായ പിന്തുണയ്ക്കുകയും പ്രയാസകരമായ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒക്കെ കൊടുക്കുക ആണ് അവിടെ ഐ എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. എങ്ങനെ, എന്തുപോലെ? ലൈക്ക് ബ്രിഡ്ജ് ഓവർ, നമ്മുടെ ടൈറ്റിലിന്റെ പേര് തന്നെ, സോങ്ങിന്റെ പേര്. ഓക്കെ, സെറ്റാണ്. ഓക്കെ ആണ്. ഓക്കെ, ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുത്തേ. ഓക്കെ ആണ്, സെറ്റാണ്. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ചോ. ശ്രദ്ധിക്കുന്നുണ്ടോ സാർ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്? ഓക്കെ, സോ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, വേഗം 10 minutes. ഓക്കെ, ആയിട്ടിരിക്കുക. ഓക്കെ, എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. ക്യാമറ ഓൺ ചെയ്യാൻ വേഗം വീഡിയോ ഓൺ ചെയ്യുക. ഓക്കെ, സോ സെറ്റായിട്ടിരിക്കുക. ബി ഹാപ്പി. ഓക്കെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ സന്തോഷത്തോടെ ഇരിക്കാം. ഓക്കെ, സെറ്റാണ്. ഓക്കെ, അനുജ ഓക്കെ അല്ലേ? അനുജ ഓക്കെ? ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റാണ്. ഓക്കെ, സെറ്റ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, ഓക്കെ സാർ, ക്വസ്റ്റ്യൻ വായിക്കാൻ വിളിക്കാം. യെസ്, യെസ്, ആദിഷ. സാർ പ്ലീസ് ഡ്രിങ്ക് സം വാട്ടർ. നോ, നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ വെള്ളം പോലും കുടിക്കാതെയാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ആദിഷ വായിച്ചോ, ക്വസ്റ്റ്യൻ വായിച്ചോ. means by
means by being a bridge over troubled water. troubled water. ഓക്കെ ശരി ഓക്കെ സാർ. നെക്സ്റ്റ് വൺ ഒരാളെ വിളിക്കാം, ആൻസർ വായിക്കണം. യെസ്. നെക്സ്റ്റ് നമുക്ക് ഇവാനിയ. ഇവാനിയ ആൻസർ വായിച്ചോ? Means that they want to help someone through difficult times, like a bridge that helps them safely cross over troubled water. ഓക്കെ ഗുഡ്. അപ്പൊ നോക്കിക്കോ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോ. യെസ്. വാട്ട് ഡു യു തിങ്ക് ദ സിംഗർ മീൻസ് ബൈ ബീങ് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ? അതായത് ഒരു ട്രബിൾഡ് വാട്ടറിന് മുകളിലുള്ള ഒരു ബ്രിഡ്ജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിംഗർ പാട്ടുകാരൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായിട്ട് കാണിച്ചേ. ഓക്കെ ആണ്, സെറ്റ് ആണ്. സോ ആൻസർ, the singer means that they want to help someone through difficult times like a bridge. ഓക്കെ, അപ്പോൾ എന്താണ്, ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം എന്നാണ് സിംഗർ ഉദ്ദേശിക്കുന്നത്. that helps them safely cross over troubled water or problems. അല്ലെ, അതെന്ത് ചെയ്യും, അവരെ ആ ഒരു ട്രബിൾഡ് വാട്ടർ, ഈ ട്രബിൾഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, എന്താണ്, പ്രോബ്ലംസ്. അല്ലെ, ആ പ്രോബ്ലംസ് എന്താണ്, ഓവർകം ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. ഓക്കെ, അതാണ് സിംഗർ എന്ത് ചെയ്യുന്നത്, ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ബ്രിഡ്ജ് ആയിട്ട് മാറുക എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, സഹായിക്കാം. കത്തിയോ ബൾബ്? ഓക്കെ, സെറ്റ് ആണെങ്കിൽ ആരാണ് ചേ? ഓക്കെ, ഗുഡാണ്. ഓക്കെ, then നമുക്ക് ബാക്കി പഠിക്കാം. ഒരു സ്റ്റാൻസയും കൂടി ബാക്കിയുണ്ട്. സോ ആ ഒരു സ്റ്റാൻസ വായിക്കാം, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. Sail on silver girl, sail on by, your time has come to shine, all your dreams are on their way. Sail on silver girl. സിൽവർ ഗേൾ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തെ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സെയിൽ ഓൺ ബൈ, നീന്തു, മുന്നോട്ട് തുഴഞ്ഞു പോവുക എന്ന് വെച്ചാൽ കപ്പലെടുത്ത് തുഴയാനല്ല പറയുന്നത്. പ്രോബ്ലംസ് വന്നാലും അതിനെ ഓവർകം ചെയ്ത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കോ. യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, നിനക്ക് തിളങ്ങാനുള്ള സമയം വന്നു അല്ലേ, നിനക്ക് തിളങ്ങാനുള്ള സമയം വരും എന്ന് വെച്ചാൽ എന്താണ്, നിന്റെ ഗുഡ് ടൈംസ് കമ്മിങ് ആണ്. ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദ വേ, നിന്റെ സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓൺ ദ വേ ആണ്. അതൊക്കെ എന്താവും, ഫുൾഫിൽ ആവും, സാറ്റിസ്ഫൈഡ് ആവും അല്ലേ, നിനക്ക് ഓക്കെ ആവും നിന്റെ ലൈഫ്. സീ ഹൗ ദീ ഷൈൻ, അത് എത്രത്തോളമാണ് തിളങ്ങി നിൽക്കുന്നത് നോക്ക് അല്ലേ. ചിലപ്പം 1-2 പ്രോബ്ലംസ് ഒക്കെ വരും നമ്മളുടെ ഈ ഒരു ലൈഫിൽ. സോ അതിനെ ഓവർകം ചെയ്ത് പോയാലേ നമ്മുടെ ഡ്രീമിൽ നമുക്ക് എത്താൻ പറ്റൂ അല്ലേ ആണെങ്കിൽ കാണിച്ചേ. അല്ലാതെ അവിടെ നമ്മൾ സ്റ്റക്കായിട്ട് സ്റ്റോപ്പായി അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കത് കിട്ടുമോ? ഇല്ല. എക്സാമ്പിൾ, USA സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾ ഇപ്പോൾ ട്രൈ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അടുത്ത സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, പാടില്ല. അതിനെന്ത് ചെയ്യുക, വീണ്ടും അതിന് ശ്രമിക്കുക, സെറ്റ് ആക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. US പഠിക്കുന്നവർ ടാറ്റ കാണിച്ചേ. US പഠിക്കുന്നവര് ഓക്കെ, കുറച്ച് പേരുണ്ട് അല്ല, ഒരുപാട് പേരുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ പരിശ്രമം കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ, then see how they shine. Oh, if you need a friend, നിങ്ങൾക്കൊരു കൂട്ടുകാരനെയാണ് ആവശ്യമെങ്കിൽ, I am sailing right behind, ഞാൻ എന്താ നിങ്ങളുടെ പുറകെ ഇങ്ങനെ സെയിൽ ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ I എന്ന് പറയുന്നത് പോയിറ്റ് ആണ്. ജീവിതത്തിൽ വരുമ്പോൾ ഫ്രണ്ട് അല്ലെങ്കിൽ പാരൻസ്, നിങ്ങളുടെ പിറകെ ഇങ്ങനെ നീന്തി വരുന്നു, തുഴഞ്ഞു വരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. സോ നിങ്ങൾ പ്രോബ്ലംസിലൊന്നും ടെൻഷൻ ആവണ്ട, വറീഡ് ആവണ്ട, നിങ്ങളോടൊപ്പം ആരുണ്ട്, ഞാനുണ്ട് എന്ന് പറഞ്ഞൊരു ധൈര്യം, ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ സിംഗർ തരുന്നത് അല്ലേ. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാം. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ ആണെങ്കിൽ ഒരാളെ വിളിക്കാം സർ വായിക്കാനായിട്ട്. നൂറ വായിച്ചോ? Hello. വായിച്ചോ. ഗുഡ് ഈവനിങ്. Good evening. ഓക്കെ, വായിച്ചോ. Like a bridge over troubled water, I will erase your. അവിടെയല്ല, തുടക്കം മുതൽ. Sail on silver girl. Sail on silver girl. Sail on by. Sail on by. Your time has come to shine. All your dreams are on their way. Dreams are on their way. See how they shine. Oh, if you need a friend, I am sailing
right behind, ഓക്കെ ഓക്കെ ഗുഡ് ഗേൾ like ഓക്കെ മതി മതി അതുവരെ പഠിപ്പിച്ചോളൂ ഓക്കെ ഗുഡ് ഗേൾ ഓക്കെ സാർ നെക്സ്റ്റ് വൺ Yes, next നമുക്ക് ക്രിസ്വിൻ. ക്രിസ്വിൻ വായിച്ചോ ക്രിസ്വിൻ വായിച്ചോ Sail on silver girl, sail on while your times has come to shine. All your dreams are on their way. See how they shine. Oh, if you need a friend, I'm sailing right behind like a bridge over. ഓക്കെ മതി enough ഓക്കെ ഗുഡ് ബൈ ഓക്കെ സാർ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് നമ്മുടെ ആൻ ആൻ ജിബീസ് ഓക്കെ ആൻ വായിച്ചോ ആൻ അൺമ്യൂട്ട് ചെയ്തേ അൺമ്യൂട്ടിന്റെ ഓപ്ഷൻ വന്നില്ലേ ക്ലിക്ക് ചെയ്തോ അതില്ല വന്നിട്ടില്ല ഓക്കെ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്ക് കേട്ടോ ഓക്കെ സാർ നെക്സ്റ്റ് വൺ നമുക്ക് അഫ്രീൻ വായിച്ചോ അഫ്രീൻ ഒന്ന് ഓട്ടോ റൊട്ടേറ്റ് ഓപ്ഷൻ ഓക്കെ ഓക്കെ ശരി വായിച്ചോ ഉറക്കെ സംസാരിച്ചേ Hello. ഓക്കെ സെറ്റ് വായിച്ചോ സെയിൽ ഓൺ സിൽവർ ഗേൾ Sail on silver girl, sail on it by your time has a കം ടു time. All your dreams are on their way. See how they shine. How if you need a friend, I am sailing right behind. ഓക്കെ സെറ്റാണ് സോ ബാക്കി നോക്കിക്കോ ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എങ്ങനെയാ ഒരു ട്രബിൾഡ് വാട്ടറിലെ ഒരു ബ്രിഡ്ജിനെ പോലെ ഐ വിൽ ഈസ് യുവർ മൈൻഡ് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും ഈസ് ആക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലംസിനെയൊക്കെ എന്ത് ചെയ്യും കംഫർട്ട് ആക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും സോൾവ് ചെയ്ത് തരും ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ് അല്ലെ നിങ്ങളുടെ മൈൻഡിനെ ഈസ് ആക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടൈമിൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ മൈൻഡ് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും അല്ലെ ഈസി ചെയ്യാന്ന് വെച്ചാൽ എന്താണ് കുറച്ചും കൂടി എന്ത് ചെയ്യും നമ്മളെ ആശ്വസിപ്പിക്കും ഓക്കെ ആക്കും ഓക്കെ സെറ്റാണ് ഇത്രയേ ഉള്ളൂ പോയം അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ ചാറ്റാണ് ഇതേപോലെ സിമ്പിൾ പോയം ഓക്കെ സെറ്റാണ് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം യെസ് തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വായിക്കാം ഹൗ ഡസ് ദ സിംഗർ ഡിസ്ക്രൈബ് വൺസ് റോൾ വെൻ സമൺ ഈസ് ഫീലിംഗ് ഡൗൺ ഹൗ ഡാസ് ഓക്കെ സാർ പഞ്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ സോ അത് പറയുന്നതിന് മുമ്പേ എല്ലാവരും ഒന്നും കൂടി എഴുന്നേറ്റ് വേഗം സാർ എല്ലാവരും എഴുന്നേറ്റോ കുറേ പേരൊക്കെ എഴുന്നേക്കാനുണ്ട് ഓക്കെ കാല് വയ്യ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ എഴുന്നേക്കണ്ട ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഓക്കെ സോ അങ്ങനെ ഒന്നും അല്ലാതെ വെറുതെ ഇരിക്കുന്നവരൊക്കെ എഴുന്നേക്കാം ഓക്കെ എല്ലാവരും വേഗം എഴുന്നേറ്റോ ഓക്കെ നമ്മുടെ സ്ഥിരം വാമപ്പ് സ്റ്റൈലാണ് ഫസ്റ്റ് വൺ റൺ ഓക്കെ സെറ്റാണ് ജംപ് പതിയെ ചാടിയാൽ മതി കേട്ടോ അവിടെ വീഴുവേ പതിയെ ചാടിയാൽ മതി ഓക്കെ സിംഗ് ഓക്കെ ഡാൻസ് ഓക്കെ സെറ്റാണ് വീണ്ടും ഡാൻസ് ഓക്കെ സെറ്റ് സോ സീറ്റ് ഓക്കെ സെറ്റാണ് ഇരുന്നു ഓക്കെ സെറ്റ് സോ നോക്കിക്കോ എങ്ങനെയാണ് എല്ലാവരും ഇരുന്നോട്ടോ ഓൾ സിറ്റ് ഡൗൺ ഓക്കെ സെറ്റ് ഹൗ ഡസ് ദ സിംഗർ ഡിസ്ക്രൈബ് വൺസ് റോൾ വെൻ സമൺ ഈസ് ഫീലിംഗ് ഡൗൺ എല്ലാവരും ഭയങ്കര ഡൗൺ ഫീലിംഗ് അല്ലെങ്കിൽ ഭയങ്കര ഒരു മോശപ്പെട്ട അവസ്ഥയിൽ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് ഒരാളുടെ റോൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ റോൾ എങ്ങനെയാണെന്നാണ് സിംഗർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്നാ ദ സിംഗർ ഡിസ്ക്രൈബ്സ് their role as providing comfort അല്ലേ ആശ്വസിപ്പിക്കാനുള്ള രീതിയിൽ ആൻഡ് സ്ട്രെങ്ത് ഒരു ശക്തി അവർക്ക് പകർന്നു കൊടുക്കണം എന്തിനെ പോലെ ഒരു ബ്രിഡ്ജിനെ പോലെ ഒരു പാലത്തെ പോലെ ഹെൽപ്പിംഗ് സംവൺ അതേപോലെ അവരെ എന്ത് ചെയ്യണം സഹായിക്കണം ഗെറ്റ് ത്രൂ ടഫ് ടൈംസ് സേഫ്ലി ഭയങ്കര ആ ഒരു ടഫ് ടൈംസിലൂടെ ഭയങ്കര ആ ഒരു മോശപ്പെട്ട സമയങ്ങളിലൂടെ സേഫ് ആയിട്ട് ഓവർകം ചെയ്യണം അവർക്ക് എന്ത് ചെയ്യണം അപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അവരെ എന്ത് ചെയ്യണം സഹായിക്കണം അതാണ് നല്ലൊരു ഫ്രണ്ട് ചെയ്യാനുള്ളത് അവർക്കൊരു സ്ട്രെങ്ത് ആയിട്ട് ഒരു സപ്പോർട്ടായിട്ട് എന്ത് ചെയ്യണം ഒരു ബ്രിഡ്ജിനെ പോലെ നമ്മളും മാറണം ഇത് ബുക്കിൽ എഴുതണ്ട ഒരു ചോദ്യം ഒരു ദിവസം എഴുതിയാൽ മതി കേട്ടോ പോരെ എല്ലാ ചോദ്യങ്ങളും എഴുതണോ കൈ തളരൂലേ വേണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ വേണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കേണ്ടേ ഓക്കെ വേണം എന്ന് പറയുന്നവർക്ക് ഇപ്പം എഴുതിപ്പിക്കുവേ ഓക്കെ സെറ്റാണ് വേണ്ടേ ഓക്കെ ശരി ഓക്കെ സാർ വിളിക്കാം യെസ്
ശ്രേയസ് വായിച്ചോ? ശ്രേയസ് OS വിത്ത് ക്വസ്റ്റ്യൻ ആൻസർ വായിക്കണേ. ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചോ. ശ്രേയസിന് എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട് സാർ. ഓക്കെ, വേറെ ആളെ വിളിക്കാം. യെസ്, അഭിഷേക് NS. ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചോ. The singers means that when you help someone through difficult times like a bridge that helps safety cross over troubles water. നീ ഏതാ വായിച്ച? തേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണോ? തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ വായിക്കി. The singer described role as provide comfort strength like a bridge. They help someone get through tough times safely. Okay sir, next one. Okay, goodbye. Next one, Ivan Paul. ZB17. സന്തോഷായോ? ഓക്കെ, സെക്കൻഡ് ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് കോൾ മീ ഇങ്ങനെ കാണിക്കുക. ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ വരിക. ഗുഡ് ബൈ ട്ടാ. ഓക്കെ, ശരി, വായിച്ചോ. How does the singer describe one's role when someone is feeling down? Okay. The singer describes their role as providing comfort and strength like a bridge, helping someone get through tough times safely. Okay, goodbye. Okay sir, ലാസ്റ്റ് ഒരാളെ കൂടി വിളിക്കാം. യെസ്, നമുക്ക് ലാസ്റ്റ് ആയിട്ട് വൈശാഖെ നിവർന്നിരുന്നേ. നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നിവർന്നിരുന്നേ. ഓക്കെ, എല്ലാവരും നിവർന്നിരുന്നേ സെറ്റ് ആട്ടെ. അനുശ്രീ. ഓക്കെ, അനുശ്രീ. ഓക്കെ, അനുശ്രീ വായിച്ചോ. അനുശ്രീ CA. ഹലോ, വായിച്ചോ. ഇതല്ലേ. The singer describes their role as providing comfort and strength like a bridge helping someone get through tough times safely. Oh, safely. Okay, good. And then last and final question നോക്കിക്കോ. What according to the poet will ease your mind? പോയറ്റിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, സുഖപ്പെടുത്തുന്നത്, ഈസ് ആക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ വായിക്കാം. According to the poet, support and kindness from a friend will ease your mind and bring you comfort. അല്ലേ, ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും കൈൻഡ്നെസ്സും ദയവുമാണ് എന്ത് നിങ്ങളുടെ മൈൻഡിനെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈസ് ആക്കുന്നത്, സുഖപ്പെടുത്തുന്നത്. അല്ലേ, അത് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട് കിട്ടുന്നു. അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനും ആൻസറും. യെസ് സാർ, 2 പേരെ വിളിച്ചാൽ മതി വായിക്കാനായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഹിബ എന്താ എഴുതുന്നത്? ഹിബ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. But according to the poet, will ease your mind. Ease your mind. Okay, good girl. According to the poet, support and kindness from a friend will ease your mind and bring you comfort. Okay, so next one, Kashidev. Yes. Sir, ഒന്ന് മ്യൂട്ട് ആക്കാം. ആവുന്നുണ്ട്. സന്തോഷായോ? ഓക്കെ, വായിച്ചോ. ഓക്കെ, ഗുഡ് ബൈ. വെൽക്കം. യെസ്, സോ നിങ്ങൾ പറയാത്ത ആ ഒരു വേർഡ് ഇതാണ്, റിഫ്രൈൻ. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ആർക്കും അത് ഓർമ്മയില്ല. ഗുഡ്. അത് 2 ഇടി തരാത്തതിൻ്റെ പ്രശ്നമാണ്. ഡയറി മിൽക്കൊക്കെ ചോദിക്കുക എന്തൊരാഗ്രഹമാണ്. ഇതേപോലെ റിഫ്രൈൻ എന്നൊക്കെ ചോദിച്ചൂടെ? ഓക്കെ, ശരി. ഓക്കെ, എന്താണ് റിഫ്രൈൻ എന്ന് എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് എഴുതിയെടുക്കുക വേഗം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല, സോ എന്ത് ചെയ്യണം, എഴുതിയെടുത്തേ പറ്റുള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് സെക്കൻഡ് ചാപ്റ്ററിൽ, സോ അത് നോക്കി പഠിച്ചോളാം എന്ന് പറയണ്ട, ഇപ്പം എഴുതിയെടുത്താൽ മതിയേ. കുഞ്ഞത് ആകെ ഒരു ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ, വേഗം എഴുതിയെടുത്തോ. വലിയ സെൻറ്റൻസ് ഒന്നുമല്ല. ഇത് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ തന്നെ പറയണം ഈ പോയത്തിലെ റിഫ്രൈൻ ഏതാണെന്ന്. അതാണ് ടാസ്ക്. ഓക്കെ, ഫ്രണ്ടിനെ സഹായിക്കാൻ നമ്മളും നമ്മളെ സഹായിക്കാൻ ഫ്രണ്ട്സും. യെസ്, ഫ്രണ്ടിനെ സഹായിക്കാൻ നമ്മൾ ഉണ്ടെങ്കിലേ നമ്മളെ സഹായിക്കാൻ ഫ്രണ്ട്സ് ഉള്ളൂ എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഓക്കെ, ഫ്രണ്ട്സിനെ സഹായിക്കാൻ നമ്മളില്ല എങ്കിൽ നമ്മളെ സഹായിക്കാൻ ഫ്രണ്ട്സും ഇല്ല. ഓക്കെ,
ഓക്കെ സെറ്റാണ്. എഴുതിയെടുത്തു ഇത്രയും വേഗത്തിൽ? ഇത് തന്നെയാണ് എഴുതിയെടുത്തത് അതോ റിഫ്രൈൻ എന്നുള്ള ഹെഡിങ് മാത്രം എഴുതിയിട്ട് റെസ്റ്റ് എടുക്കുകയാണോ? മുഴുവൻ എഴുതിയെടുത്തോട്ടാ, ട്രിക്ക് നടക്കൂലേ? എഴുതിയെടുത്തിരുന്ന സ്ക്രീനിൽ കാണിച്ച് എഴുതിയത് എഴുതിയെടുത്തവർ കൃത്യമായിട്ട് ബുക്ക് സ്ക്രീനിൽ കാണിച്ചേ. എല്ലാവരും എഴുതിയെടുത്തവരെ ബുക്ക് സ്ക്രീനിൽ കാണിക്കാം. എഴുതാതെ ഇരിക്കുന്ന കുറേ പേരുണ്ട്, അവരാരും ബുക്ക് സ്ക്രീനിൽ കാണിക്കുന്നേ ഇല്ല. ഓക്കെ, കുറേ പേരൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ധനേഷ് കൃഷ്ണ, ഓക്കെ ഗുഡ്. അശ്വിൻ കെ എസ്, ഓക്കെ. അതിഥി വിശ്വം, ഓക്കെ ഗുഡ്. അഫ്രിൻ, ഓക്കെ സെറ്റ്. ആയിഷ മൻഹ, ഓക്കെ സെറ്റ്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ, ബാക്കിയുള്ളവരും കൂടി കാണിക്കാം. ഓക്കെ, ദേവിക രഞ്ജിത്, ഓക്കെ ഗുഡ്. മൻഹ ഫാത്തിമ കണ്ടു കേട്ടാ, മൻഷ ഫാത്തിമ, ഓക്കെ സെറ്റ്. ഓക്കെ, ആരോൺ, ആർഷൽ ഫ്രാൻസിസ്, അനശ്വർ, ഓക്കെ ഗുഡ് 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 സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ, നൂറ ഫാത്തിമ, ഓക്കെ സെറ്റ്. ഓക്കെ സെറ്റാണ്. ദാൻ മാറ്റിക്കോ കേട്ടോ, ബുക്ക് മാറ്റിക്കോ. ഓക്കെ, ദാൻ നമുക്ക് എന്ത് ചെയ്യാം, റിഫ്രൈൻ എന്താണെന്ന് പറയാം. ഇനി ആരും എഴുതണ്ട, ശ്രദ്ധിച്ചോ. എ റിഫ്രൈൻ ഈസ് എ ലൈൻ, ശ്രദ്ധിക്കണം, ഈസ് എ ലൈൻ ഓർ എ ഫ്യൂ ലൈൻസ്. ഒന്നുകിൽ ഒരു ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂ ലൈൻസ്, ഒന്നോ രണ്ടോ ലൈൻസ് കാണും. ഇൻ എ സോങ്, ഒന്നുകിൽ ഒരു സോങ്ങിൽ അല്ലെങ്കിൽ ഒരു പോയത്തിൽ, ദാറ്റ് ആർ റിപ്പീറ്റഡ് മെനി ടൈംസ്. അതെന്ത് ചെയ്യും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ലൈൻസ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗീവ് എംഫസൈസ്, ആ ഒരു ലൈന് കുറച്ചും കൂടി ഒരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റിതം കിട്ടാൻ വേണ്ടി, ഒരു ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റിഫ്രൈൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് ഇതാണ്, ഒന്നോ രണ്ടോ തവണ എന്ത് ചെയ്യും, ഒരു സ്റ്റാൻസയിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരും. എന്താ റിഫ്രൈൻ എന്ന് പറയുന്നത്? അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്, ചുണ്ടനക്ക്? എന്താ റിഫ്രൈൻ. ഇനി ദയവ് ചെയ്ത് മറക്കരുത് കേട്ടാ, റിഫ്രൈൻ. ഓക്കെ, 2 നേരം റിഫ്രൈൻ കുടിച്ചോളൂ കേട്ടാ. ഓക്കെ, അതായത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ ശരി. സോ ഈ ഒരു പോയത്തിലെ റിഫ്രൈൻ ഏതാണ്? ആര് പറയൂ? നമ്മൾ ഏറ്റവും നല്ല റിഫ്രൈൻ പഠിച്ചിട്ടുണ്ട്, ഹാൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, 2ാമത്തെ ചാപ്റ്റർ. തലയൊക്കെ ആട്ടുന്നുണ്ട് ശക്തമായിട്ട്. ഹലോ പറയ്. ജുവാന, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഓക്കെ, പറയ്, റിഫ്രൈൻ എന്താന്ന് പറയും. Like a bridge over troubled water. Like a bridge over troubled water. Good girl. Set. Like a bridge over troubled water. ബാക്കി ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഇതല്ലെന്ന്? എതിർക്ക്? ആരും എതിർക്കൂല. അശ്ശേ, ഞാൻ എതിർക്കും, കാണിച്ചു ചുമ്മാ. ഓക്കെ, ജുവാന കറക്റ്റ്. ഓക്കെ, തെറ്റാ ശരിയാണ് പറഞ്ഞത്. ഓക്കെ ശരി. ഓക്കെ, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഈസ് എ കറക്റ്റ് റിഫ്രൈൻ ഹിയർ. എങ്കിലും പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പ്രശ്നമുണ്ടോ? നോക്ക്, പ്രശ്നമുണ്ടോ? ഇവിടെ ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ റിപ്പീറ്റ് ചെയ്യുന്നു, വേറെ ഒരു ലൈനും റിപ്പീറ്റ് ചെയ്യുന്നില്ല. കണ്ണ് തുറന്ന് നോക്ക്. വേറെ ആർക്കും ഒരു അഭിപ്രായമല്ല. ഓക്കെ, സോ അത് ഇതിന് കൈവീശൊന്നും വേണ്ട. കറക്റ്റായിട്ടുള്ള റിഫറൻസ് ഇന്ന് രാത്രി തന്നെ കണ്ണു തുറന്നത് വായിച്ചതിന് ശേഷം മെൻറ്ററിന് അയക്കാം. നാളെ എത്ര മണിക്ക് മുന്നേ? 8 PM മുന്നേ. ഓക്കെ, ഇതൊക്കെ ആരോട് പറയാനാണ്? നാളെ 8 മണിക്ക് മുന്നേ മെൻറ്ററിൻ്റെ നമ്പറിൽ എത്തിയിരിക്കണം റിഫറൻസിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സെറ്റാണ്. ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. കറക്റ്റായിട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ റിഫ്രൈൻ എന്താണെന്ന് മനസ്സിലായി, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈൻസ് ആണ്. ദെൻ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അലിട്രേഷൻ. യെസ്, എന്താണ് അലിട്രേഷൻ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മ വരുന്നതിന് മുന്നേ ഈ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചോ. ഈ ഡെഫിനിഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അതുകൊണ്ടാണ് എഴുതിപ്പിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് അലിട്രേഷൻ എക്സാമ്പിൾ 1-2 പേര് പറയണം കേട്ടോ. അലിട്രേഷനും അസോണൻസും പെർസോണിഫിക്കേഷൻ വരെ പഠിപ്പിച്ച ടീംസാണ് നിങ്ങൾ. പെർസോണിഫിക്കേഷനൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയൂടാ. ഇതിപ്പോൾ ചോദിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരും, അതുകൊണ്ട് ചോദിക്കണ്ട. പെർസോണിഫിക്കേഷൻ അറിയാമെങ്കിൽ ഇങ്ങനെ തലയാട്ടിയേ. അറിയാം? ഓ, സീൻ തന്നെ. പേരെനിക്കും അറിയാം, പെർസോണിഫിക്കേഷൻ ഉള്ള പേര് ഞാനും കേട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയണം, അതാണ് ടാസ്ക്. ഓക്കെ, അറിയാമായിരിക്കും. ഓക്കെ, സെറ്റാണ്. സോ വേഗം എഴുതിയെടുക്കുക അലിട്രേഷൻ. ഇത്രയും നാൾ നിങ്ങളെ കൊണ്ട് ഞാൻ എഴുതിപ്പിക്കൂലായിരുന്നു, റൈറ്റ്? എഴുതിപ്പിക്കൂലായിരുന്നു. സോ ഇനി എഴുതിപ്പിക്കണം.
ഇന്ന് എഴുതിപ്പിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്ലാസ് എഴുതിപ്പിക്കാം. ഓക്കെ, സോ കൃത്യമായിട്ട് എഴുതിയെടുക്കാം. കുഞ്ഞതല്ലേ എഴുതാനുള്ളൂ, കുറേ ഒന്നും ഇല്ലല്ലോ എഴുതാൻ. എഴുതി തരണോ? തരാം. ക്ലാസ്സിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ എഴുതിയൊക്കെ തരുമോ? കൈയൊക്കെ ഇങ്ങനെ തളരുമ്പോൾ തരുമെങ്കിൽ കാണിച്ചേ. ഓ, കുറച്ച് പേർക്കൊക്കെ തരൂ, കുറച്ച് പേർക്കൊന്നും തരൂല. എഴുതി തരുമ്പോൾ എന്തെങ്കിലും മേടിക്കുമല്ലോ, എഴുതി തന്നാൽ എന്തെങ്കിലും മേടിച്ചു തരണമെന്ന് പറയുമായിരിക്കുമല്ലോ. പ്രതിഫലം കിട്ടാതെ ഒന്നും ചെയ്തു കൊടുക്കാറില്ലല്ലോ, എന്തെങ്കിലും മേടിച്ചിട്ടായിരിക്കുമല്ലോ എഴുതി കൊടുക്കുന്നത് അല്ലേ? അല്ല, അയ്യോ ഇതൊരു കള്ളത്തരവാ. മുഖത്ത് നോക്കി ഇല്ലെന്ന്. ഓക്കെ, സെറ്റാണ്. നോക്കിക്കോ, അലിട്രേഷൻ കേട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, ശ്രദ്ധിച്ചിരിക്കാം. സാറ് ചെയ്യാറുണ്ട്. ഞാൻ എത്ര പേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡയറി മിൽക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ഞാൻ മേടിച്ചൊന്നും ഇല്ലല്ലോ. ഞാൻ മേടിച്ചു കൊടുത്തേ 2 പേർക്ക്. സത്യോ? നോക്കിക്കോ, അലിട്രേഷൻ ഈസ് വെൻ ടു. ആ 2 പേര് കൃത്യമായിട്ട് ഇന്ന് ക്ലാസ്സിലില്ല. എന്ത് ഭയങ്കര ഒരു മോശപ്പെട്ട അവസ്ഥയായി പോയിട്ടാ. നോക്കിക്കോ, അലിട്രേഷൻ ഈസ് വെൻ 2 or more sounds start with the same sound. ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സെയിം സൗണ്ടില്. ഇപ്പൊ ഉദാഹരണത്തിന്, അയ്യോ കണ്ടില്ലല്ലോ അല്ലേ? ക്രോ എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, വേറെ ഇടാം. ടേസ്റ്റ്, ഫാസ്റ്റ്. കണ്ടല്ലോ 2 വേർഡ്സ്, ടേസ്റ്റും ഫാസ്റ്റും. ഇവിടെ ഒരു എസ് ഉണ്ട്, ഇവിടെ ഒരു എസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ആൻ അലിട്രേഷൻ. ആണോ? പൊട്ട തെറ്റാണ്. അല്ല, സ്റ്റാർട്ടിങ് സൗണ്ട് നോക്കണം കേട്ടോ. ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഞാൻ എടുത്ത് പഠിപ്പിച്ചായിരുന്നു ഒന്ന്. ഇങ്ങനെ എടുത്ത് ഈ എടുപ്പല്ല, അല്ലാതെ അന്ന് അത് പോയിന്റ് ചെയ്ത് ഇങ്ങനെ പഠിപ്പിച്ചായിരുന്നു. ആ ഇനീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് കോൺസണന്റ് സൗണ്ട് വരുമെങ്കിൽ അത് അലിട്രേഷൻ ആവും. ഓക്കെ, സ്റ്റാർട്ട്സ് വിത്ത് ദ സെയിം സൗണ്ട്. 2 അതിൽ കൂടുതലോ വേർഡ്സ്, ചിലപ്പോൾ ഒരു ലൈനിൽ തന്നെ 2 അതിൽ കൂടുതലോ വരാം, 3 ഒക്കെ വരാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ കോൺസണന്റ് സൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടോ? എത്ര കോൺസണൻസ് ഉണ്ട് ഇംഗ്ലീഷില്? അശ്ശോ, എത്ര കോൺസണൻസ് ഉണ്ട്? 2, 21. ഓക്കെ, സെറ്റാണ്. 21 കോൺസണൻസ് ആണെങ്കിൽ ബാക്കിയുള്ള 5 അക്ഷരങ്ങൾ എന്താ വിളിക്കുന്നത്? വവ്വൽസ്. നിങ്ങൾ ആരാ? എൻ്റെ അമ്മേ, അതാർക്കും അറിവിടത്തെ 5 എണ്ണം. AEIOU. ഓക്കെ, അത് കഴിഞ്ഞുള്ള ബാക്കി 21 അക്ഷരങ്ങളാണ് ഇത് കോൺസണന്റ് സൗണ്ട്സ്. സോ കോൺസണൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ എ. അപ്പൊ വവ്വൽസ് കോൺസണൻസ് സെയിം ലെറ്ററിലോ സ്റ്റാർട്ട് ചെയ്യുന്നേ? പിന്നെ ഏതാ? ബി. ഒരിടത്ത് നിക്ക് നിങ്ങള്. ബി ആണോ എ ആണോ? ബി ആണെങ്കിൽ തംസ് അപ്പ്. ഓക്കെ, ബി ആണ്, കാരണം വവ്വൽസ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നു. ബി ആണ് ട്ടാ, സെറ്റാണ്. സോ 21 അക്ഷരങ്ങളുണ്ട്. ഓക്കെ, AEIOU വവ്വൽസ് ആണ്. വവ്വൽസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും വേറൊരു പേര് വിളിക്കും, അസോണൻസ്. ഇത് അവിടെ പഠിച്ചതാ. ഓക്കെ, കോൺസണന്റ് സൗണ്ട്സ് വരുമ്പോൾ അലിട്രേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ അലിട്രേഷൻ കുടിക്കാം 2 നേരം വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ നോക്കിക്കോ, 2 അതിൽ കൂടുതലോ വേർഡ്സ് ഫസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പോയത്തിൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, ഫസ്റ്റ് ലൈൻ ആണ്. ഈ ഒരു ലൈൻ ആ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് നോക്കി. ഇവിടെ നോക്കുന്നതിന് വരാം, ആ ടെക്സ്റ്റ് ബുക്കിലേക്ക് കണ്ടു പറഞ്ഞ് നോക്ക്. അടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലേക്ക്. അതൊക്കെ അടച്ചു വെച്ച് കാണും. കണ്ടോ? ഈ ഒരു ലൈൻ കണ്ടില്ല ടെക്സ്റ്റ് ബുക്കില്? കണ്ടവരെന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ, കണ്ടു. നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇവിടെ വെൻ യു ആർ വെറി എന്ന് പറയുന്ന ലൈനകത്ത് W എന്ന് പറയുന്നത് വെന്നിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ലേ? ആണോ? അല്ലേ? ആണ്. വെറി എന്ന് പറയുന്നത് വെറിയുടെ ഫസ്റ്റ് ലെറ്റർ അല്ലേ? സോ ഫസ്റ്റ് ലെറ്റർ സെയിം ആയിട്ട് 2 വേർഡ്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ലേ? W എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ട് അല്ലേ? 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 ആണ്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. വാവ്, നിങ്ങൾ അലിട്രേഷൻ എന്താന്ന് പഠിച്ചു ഉണ്ടാ? ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ആയിട്ട് വരണം. ദാ ഇവിടെ W, ഇവിടെയും W. സോ അലിട്രേഷൻ, റൈറ്റ്? ഇനിയും തെറ്റിക്കണം കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് 2 എന്താണ് ബോട്ടിൽ വെള്ളമെങ്കിലും കുടിക്കണം. രണ്ടാമത്തത് സെയിൽ ഓൺ സിൽവർ ഗേൾ. ഇവിടെ ഏതാണ് നിങ്ങൾ പറയേ? ആ കണ്ണ് തുറന്ന് നോക്ക്. ഓ, കണ്ടുപിടിച്ചു. ഓക്കെ സാർ, ഒരാൾ വിളിക്കാം. ആഗ്നസ്.
വൈഷ്ണവ് സാർ, വൈശ്യാം സാർ, വി ഗുഡ്. ആ ഗുഡ്, നിങ്ങൾ ഭയങ്കര കഴിവാണ്. ആ പറയ്. ആ സെയിലം സിൽവറും. ഏതാ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നേ? ഓ പിന്നെ അല്ല, ഗുഡ് ഗേൾ. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന്. വൈഷ്ണവ് സാർ, വിപിൻ സാർ. ഓക്കെ, സെറ്റ്. വേറെ പറയും? ആൻഡ്രീറ്റ പറയും. ഫ്രണ്ട്സ് ഫൗണ്ട്. ഓക്കെ, എഫ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, സെറ്റ്. ഓക്കെ സാർ, അടുത്ത വിളിക്കാം. യെസ്, വോയിസ്. അബാന്റെ വീട് എവിടെയാ? ചെറുതുരുത്തി എന്ന് പറയുമ്പോൾ തൃശ്ശൂരല്ലേ? കേരള കലാമണ്ഡലമൊക്കെ അറിയോ? ഓ പിന്നെ അല്ല. ഓക്കെ, പറഞ്ഞൊരു എക്സാമ്പിള്. ആലോചിച്ചോക്ക്. ആ ട്രബിൾഡ് അത് രണ്ടും ഒന്നല്ലേ? ട്രബിൾഡ്. അഖിൽ സാർ, ആകാശ് സാർ, അഖിൽ സാർ. ഓക്കെ, ഗുഡ്. ട്രബിൾഡ് ടിയേഴ്സ്. ഓക്കെ, ശരി. അതൊന്ന് സെയിം ലൈനിൽ വരുന്നതല്ല. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, ദെൻ വേറെ വിളിക്കാം സാർ. യെസ്, ഇഷാന പീറ്റ. രണ്ടുപേരുണ്ടല്ലേ? പറഞ്ഞോ. ഫ്രണ്ട്സും ഫൗണ്ടും. ഓക്കെ, സെറ്റാണ്. ഫ്രണ്ട്സും ഫൗണ്ടും. ഓക്കെ, സെറ്റ്. ഈ ഫ്രണ്ട്സും ഫൗണ്ടും നിങ്ങളിങ്ങനെ പറയുന്നത് എവിടെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എവിടെ നിന്ന് കിട്ടിയതാന്ന് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്. അത് കുഴപ്പമില്ലെങ്കിലും നിങ്ങളത് പറഞ്ഞില്ല. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഇഷാന മാത്രമല്ല, ബാക്കി എല്ലാവരും പറഞ്ഞു, അതുകൊണ്ടാണ്. ഓക്കെ, ടെക്സ്റ്റ് നോക്കി പഠിച്ചോളൂ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, സെറ്റ്. ദെൻ ശിവാംഗന പറയോ? ഓക്കെ, സെറ്റ്. പറഞ്ഞോ. ഓക്കെ, സെറ്റ്. ഓക്കെ, സോ അലിട്രേഷൻ എന്താണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, സെറ്റാണ്. അലിട്രേഷനും റിഫ്രൈനുമാണെന്ന് പഠിച്ചത്. സോ ആ ഒരു ബോധം വേണം. ഓക്കെ, സെറ്റാണ്. ദെൻ നമ്മൾ പോകുന്നു ഗ്രാമർ. ശ്രദ്ധിച്ചോ? അയ്യോ, ഗ്രാമർ അല്ലേ, വേറൊരു സംഭവം പഠിക്കാണ്ട്. ഓക്കെ, ഓർമ്മയില്ല, അത് ഭയങ്കര മറവി. ഓക്കെ, സെറ്റ്. നോക്കോ, വി ഓഫൻ ഹെൽപ്പ് നീഡി പീപ്പിൾ. നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിലുള്ള ആക്ടിവിറ്റിയാണ്. കണ്ടോ ആ ഒരു ആക്ടിവിറ്റി? ഈ ചാപ്റ്ററിന്റെ എന്നാ പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ ഈ ഒരു സോങ്ങിന്റെ ലാസ്റ്റ് പേജിലുള്ള ആക്ടിവിറ്റി സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. കണ്ടോ? വാവ്, ഗുഡ്. ദെൻ വി ഓഫൻ ഹെൽപ്പ് നീഡി പീപ്പിൾ. നമ്മൾ ഭയങ്കര ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട്. എങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ആരെങ്കിലും അപകട സമയത്തോ മോശപ്പെട്ട സമയത്തോ സഹായിച്ചിട്ടുള്ള? 2 കിലോമീറ്റർ അപ്പുറത്ത് കൂടി കുളത്തിന്റെ സൈഡിൽ കൂടി പോയവരെ തള്ളി അപ്പുറത്തിട്ടു, അങ്ങനത്തെ കഥയൊന്നും അല്ലേ. അല്ലാതെ നല്ല കഥകൾ പറയണോ? ഓക്കെ, പാവപ്പെട്ട ആൾ 2 കിലോമീറ്റർ അപ്പുറത്തൊക്കെ പോയി ഞാൻ എടുത്തങ്ങ് കൊളത്തിയിട്ടു. അതെ, അങ്ങനെ അല്ല. ഓക്കെ, സോ അങ്ങനെ അല്ലാത്ത കഥകൾ ഉണ്ടോ? സിദ്ധാർത്ഥിനുണ്ട്. സിദ്ധാർത്ഥ് പറയും. എന്താണ് സിദ്ധാർത്ഥിന് പറയാനുള്ള കഥ? ആ പറയും. ആ, കൂട്ടുകാരെ കൊളത്തി വീണ്. ഓക്കെ, കണ്ടോണ്ടിരിക്കുവാണ്. കൊളത്തി വീഴുന്നതും കണ്ടായിരുന്നോ? കുളത്തിന്റെ അറ്റത്ത് നിൽക്കുമ്പോഴേ എന്ത് ചെയ്യണോ, നമ്മൾ പോയി പിടിച്ചു മാറ്റണ്ടേ? പിന്നല്ല, മിടുക്കൻ തന്നെ കേട്ടോ, ധീരൻ. ഉണ്ടാക്കി പറയട്ടെ. ഉണ്ടാക്കി പറഞ്ഞ കഥയാ? നല്ലതായിട്ടുണ്ട് കേട്ടാ. ഞാൻ വിശ്വസിച്ചില്ല. ഓക്കെ സാർ, നെക്സ്റ്റ് വൺ. ഉണ്ടാക്കി പറയില്ല ആരും. സത്യസന്ധമായിട്ടുള്ള ഫാത്തിമ. ഓക്കെ, ഫാത്തിമ അമ്മാൽ. ഓക്കെ, ഫാത്തിമ അമ്മാൽ. ഓക്കെ, ഫാത്തിമ പറഞ്ഞോ. സത്യസന്ധമായിട്ടുള്ള അനുഭവങ്ങളാണോ? അത് ആദ്യം പറയ്.
കേൾക്കുമ്പോ വലിയ ഇതായിട്ടൊന്നും തോന്നൂല. ശരീരത്തിന് ഭയങ്കര ഇതായിട്ടാ. അതപ്പോ സത്യസന്ധ ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സത്യസന്ധമായിട്ടുള്ളത് ഓക്കെ പറയുള്ളൂ, എനിക്ക് പറഞ്ഞോളൂ. സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ES ക്ലാസ്സില് ESTക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ബോർഡ് ചെയ്തിട്ടുണ്ട്. ആ ആ ടീച്ചറ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിക്റ്റിന്റെ പേര് ഓർഡറിൽ എഴുതാനാണ്. ഞങ്ങൾക്ക് ഡിസ്ട്രിക്റ്റിന്റെ പേര് ഓർഡറിൽ എഴുതാൻ അറിഞ്ഞൂടാ. ടീച്ചർ പഠിപ്പിച്ചു വന്നുള്ളൂ കേട്ടാ. ഓർഡറിൽ എഴുതാനുള്ളത് ബോർഡ് ഭാഷയിലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഡിസ്ട്രിക്റ്റിന്റെ പേര് വെച്ചിരുന്നത് ഞാൻ ഇതിനനുസരിച്ച് ഇപ്പത്തുള്ള ആൾക്കാർ പകർത്തി എഴുതിക്കൊണ്ടിരുന്നത്. ടീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ബുക്ക് എവിടം വരെ ടീച്ചർ അപ്പൊ ഒരു ക്വസ്റ്റിന്റെ പേര് 6-7 ക്വസ്റ്റിന് ഞാൻ ഇപ്പോഴും അതിൽ വെച്ചോണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ടീച്ചർ എന്റെ അടുത്തേക്ക് റൗണ്ട്സിന് വന്നപ്പോ ഞാൻ എന്തായിരുന്നറിയോ ഓൾറെഡി ചെക്ക് ചെയ്ത് ഒരു ബെഞ്ചിൽ പോയി ഞാൻ ഇരുന്നു. ഇവരെ ഇവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് ഇത് ഹെൽപ്പ് ചെയ്തല്ലോ, ചതിച്ചല്ലേ അവരെ. അശ്വ അവരിപ്പോഴും നോയിക്കൊണ്ടിരുന്നു, ഓൾറെഡി ചെക്ക് ചെയ്തൊരു ബെഞ്ചിൽ പോയി ഇരുന്നോ. ഇത് ചതിയല്ലേ പാവങ്ങള്. അശ്വ അശ്വ അയ്യോ ഭയങ്കര അത് ചതിയായിരുന്നു കേട്ടാ. ഷൂ പാവോ. ഓക്കെ ശരി ഓക്കെ ഫാത്തിമ. ഓക്കെ ഇങ്ങനെ നീ ചെയ്യല്ലേ കേട്ടാ പാവങ്ങള്. ഓക്കെ നെക്സ്റ്റ് വൺ. ഓക്കെ വേറെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ? വേറെ ആർക്കെങ്കിലും? ഓ പിന്നെ അല്ല കുറെ പേരുണ്ട്. കള്ളത്തരങ്ങളാ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ചതിക്കഥ ഏത് ജുവാന പറയുന്നത്. ജുവാനക്ക് എന്തോ കഥ പറയേണ്ടതുണ്ട്. ജുവാന് കഥയുണ്ടോ ജുവാന? ടെക്സ്റ്റ് ചെയ്തേ ഇല്ല. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ എക്സാം ഇല്ലേ എന്ന് ചോദിക്കുന്നവരോട് എക്സാം ഉണ്ട്. എക്സാം ഉണ്ട്. എക്സാം ഇല്ലാത്ത ഇംഗ്ലീഷ് ക്ലാസ്സോ? എക്സാം ഞാൻ ഇല്ലാതെ വരൂ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ടൈമിൽ എക്സാം ഇല്ലായിരുന്നു ഇംഗ്ലീഷിനാണ്. ആലോചിച്ച് നോക്ക്, ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിന് എക്സാം ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞു വൈഷ്ണവ് സാറിന് എക്സാം ഇല്ലല്ലോ, സന്തോഷമായി. പക്ഷേ ഇനി തൊട്ട് എല്ലാ ദിവസവും ഇംഗ്ലീഷിന് എക്സാം ഉണ്ടായിരിക്കും. തരാട്ടാ. എക്സാം എന്ന് പറഞ്ഞാൽ സിമ്പിളാ. 10 മാർക്കിന്റെ എക്സാം 10 മിനിറ്റ് കൊണ്ട് കഴിയൂ. ഓക്കെ സെറ്റല്ലേ? സിമ്പിളാ. ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുമ്പോൾ എന്താണ് ചുമ്മാ കഴിഞ്ഞ്. ഓക്കെ സിമ്പിൾ അല്ലേ? ഓക്കെ സെറ്റാണ്. ഓക്കെ സോ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് ഒക്കെ കാണും, ഓരോരുത്തരെ സഹായിച്ചത്. ഇത് ഞാൻ സഹായിച്ചൊരു കാര്യമാണ്, ശ്രദ്ധിച്ചോയെ. ഓക്കെ എൻ്റെ മുഖത്ത് നോക്കണ്ട. ഓക്കെ വായിക്കുന്ന ശ്രദ്ധിക്കാം. വി ഓഫൻ ഹെൽപ്പ് നീഡി പീപ്പിൾ ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരെയും സഹായിക്കും, അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കും. വൺസ് ഒരു ദിവസം ഞാൻ ഒരു വൃദ്ധനായ മനുഷ്യനെ എന്ത് ചെയ്തു? റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചു. ഇപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാൻ കണ്ടു. ഇവിടെ പറവൂര് വെച്ചിട്ടായിരുന്നു സംഭവം. ഞാനിങ്ങനെ നോക്കി ആ വ്യക്തി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ എന്താണ് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഞാൻ വിചാരിച്ചു ഇന്നത്തെ നന്മ നമ്പർ 1 ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ ഹെൽഡ് ഹിസ് ഹാൻഡ്. ഓടിപ്പോയി ആ മനുഷ്യൻ്റെ കയ്യിൽ ഞാനിങ്ങനെ പിടിച്ചു. ഓക്കെ പിന്നെയാണ് മനസ്സിലായത് ആ മനുഷ്യൻ്റെ കണ്ണ് കാണാമെന്ന്. തന്നു അവളെ തുറന്നോ? ചുമ്മാ അങ്ങനെയൊന്നും അല്ലേ. ഓക്കെ ഐ ഹെൽഡ് ഹിസ് ഹാൻഡ്. അദ്ദേഹം വിചാരിച്ചു ചിലപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന് കണ്ണ് കാണാം എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈക്കൊന്ന് പിടിച്ചെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വല്ല മോഷ്ടിക്കാൻ വന്നതാണെന്ന് ഞാൻ. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടൂലേ ഒരെണ്ണോ ഇവിടെ. പക്ഷെ അദ്ദേഹത്തിന് ഭാഗ്യത്തിന് കണ്ണ് കാണില്ലായിരുന്നു. ഓക്കെ അപ്പോൾ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അപ്പുറത്തെ സൈഡിൽ വളരെ സേഫായിട്ട് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം എന്നോട് ഒരു വാക്ക് പറഞ്ഞു, നീ ഒരു നന്മയുള്ള മനുഷ്യൻ തന്നെ എന്നൊക്കെ. ഓക്കെ കൂടുതൽ അദ്ദേഹം എന്തൊക്കെയോ ഒരു പേപ്പറിൽ എനിക്ക് എഴുതി തന്നു, ഇവിടെ ഇരിപ്പുണ്ടത്. ഓക്കെ ദെൻ ഓക്കെ അദ്ദേഹത്തെ ഇത് സംഭവം നടന്ന കേട്ടോ. ഞാനും അദ്ദേഹം കൂടി ഏതാണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ 10 മിനിറ്റ് കൊണ്ട് ക്രോസ് ചെയ്ത് പോയേനെ. ഞാനും കൂടി ചെന്നപ്പോൾ സമയം അത് അരമണിക്കൂറായി. ഓക്കെ അതാണ് സംഭവം. ഓക്കെ അദ്ദേഹം ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും 10 മിനിറ്റ് കൊണ്ട് ക്രോസ് ചെയ്ത് തന്നെ. പക്ഷെ ഞാനും കൂടി ചെന്നപ്പോൾ സമയം അരമണിക്കൂറായി. ആലോചിച്ച് നോക്ക്. ഓക്കെ സെറ്റ്. ഇതൊക്കെ ഫേക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ടേ. ഫേക്ക് ന്യൂസ് എന്നൊക്കെ പറയുന്നുണ്ട്. നോട്ട് ഫേക്ക് ന്യൂസ്. ഫേക്ക് ന്യൂസ് ഒന്നും അല്ല. പറവൂർ CCTV നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും വൈഷ്ണവിന്റെ നന്മ നമ്പർ 1. ഓക്കെ ശ്രദ്ധിച്ചു നോക്കാം. Then he thanked me warmly and I felt very happy and proud. ഓക്കെ അദ്ദേഹം എന്നെ വെട്ടിപ്പിടിച്ചിട്ട് കൊള്ളാട മോനെ നീ
എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഭയങ്കര ഹാപ്പി ആയി, പ്രൗഡായി. ഓക്കെ, അവിടെ ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞില്ല ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് എന്ന്. ഓക്കെ, ഞാൻ ഭയങ്കരമായിട്ട് എന്തായി? ഹാപ്പി ആയി, ഭയങ്കര പ്രൗഡായി. ഓക്കെ, ഞാൻ മറ്റേ പാപ്പമ്മ ആ പാട്ടൊക്കെ ഇടില്ല, അതേപോലത്തെ ഒരു അവസ്ഥ. This experience taught me even small acts of kindness can bring big difference in someone's life. കള്ളത്തരം പറയുമ്പോൾ എനിക്ക് വാക്കുകൾ ഇങ്ങനെ കിട്ടൂല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു എക്സ്പീരിയൻസ് എന്നെ ഭയങ്കരമായിട്ട് എന്താണ് ദയയുടെ കൈൻഡ്നെസ്സിന്റെ മൂല്യം എന്താണെന്ന് എന്ത് ചെയ്തു? പഠിപ്പിച്ചു. എത്രത്തോളമാണ് അത് ഒരു ചെറിയ ഒരു ദയ എന്നതിൽ നമ്മൾ കാണിക്കുന്ന ഒരു സ്മോൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് തന്നെ ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, കാരണം എന്താണ്? ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന് കൈ പിടിച്ച് അപ്പുറത്ത് ക്രോസ് ചെയ്തപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയേനെ. തക്ക സമയത്ത് വൈഷ്ണവോടെ എത്തി കൈ പിടിച്ച് അദ്ദേഹത്തെ അപ്പുറത്ത് എത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റി. അതിന് സന്തോഷത്തോടെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റി. എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് കൈ അടിക്കുന്നത് കുറേ പേര്. ഇതൊക്കെ എന്താണ്? ആൻഡ് ബ്രിങ് ഹാപ്പിനെസ് ടു ബോത്ത് ഗീവർ ആൻഡ് റിസീവർ. ഓക്കെ, നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ നന്മ ചെയ്യുന്ന നമ്മളും അതോടെ നന്മ ലഭിക്കുന്ന അവരും സന്തോഷമാകും. അതാണ് വൈഷ്ണവ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, ബി ലൈക്ക് വൈഷ്ണവ്, ബി വൈഷ്ണവ്. ഓക്കെ, അങ്ങനെ ആവുക കേട്ടോ. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യാം? മറ്റുള്ളവരെ എന്ത് ചെയ്യുക? സഹായിക്കാൻ പഠിക്കാം. ഓക്കെ, നല്ല കുട്ടികളായിട്ട് സഹായിക്കുക. ഓക്കെ, ഇതാണ് വൈഷ്ണവിൻ്റെ നന്മ നമ്പർ 1. പഠിക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരോടും പറയണേ സാർ ചെയ്ത നന്മയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സെറ്റ്. 2 ബോട്ടിലൊന്നും പറ്റില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക? നന്മകൾ ചെയ്യുക. ഓക്കെ, സെറ്റാണ്. ഓക്കെ ആണ്. ഓക്കെ, സെറ്റാണ്. ഫേക്ക് എന്ന് പറഞ്ഞ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നു കേട്ടോ. ഒരു പ്രശ്നമില്ല. ഇനി ഇതേപോലെ ഞാൻ ഓരോന്നും ഉണ്ടാക്കി പറയും. ഓക്കെ, സെറ്റാണ്. സോ എന്താ ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതേപോലെ എന്താണ് ഇന്ന് പഠിച്ച ഈ ഒരു പോയം ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്ന പോയം നന്നായിട്ട് വായിക്കുക. സെറ്റായിട്ടിരിക്കുക. പോയം വായിക്കണം. അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യണം. അതേപോലെ അലിട്രേഷൻ എന്താണ്, അതേപോലെ എന്താണ് റിഫ്രൈൻ എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇവാൻ തോമസ് നന്നായിട്ട് പഠിക്കുന്നുണ്ടാ നീ? ഇവാൻ തോമസ് പഠിക്കുന്നുണ്ടാ നീ? സെറ്റല്ലേ? ഇവാൻ തോമസ് ഒന്ന് വിളിക്കാം സാർ. യെസ്, ഓക്കെ. നീ ഓക്കെ ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നേ? പഠിക്കുന്നുണ്ട് ഉറപ്പ് തന്നെ? ഓക്കെ, ഗുഡ് ബോയ് ആണോ ഇപ്പോഴും? എപ്പോഴും ഗുഡാണ് ചെക്കൻ, നമ്മുടെ ഗുഡാണ് കേട്ടോ. ഓക്കെ, സെറ്റാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കാം കേട്ടാ. ഓക്കെ, സെറ്റാണ്. സോ എന്ത് ചെയ്യുക? എല്ലാവരും പാരൻസിനെയൊക്കെ അടുത്തേക്ക് വിളിക്കുക. എക്സാം